ഓക്കെ. ഞാൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഏകദേശം 20 വർഷത്തോളമായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ആളാണ്. ഓക്കെ. ഞാൻ ബേസിക്കലി MBA ഫൈനാൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഷെയർ മാർക്കറ്റിലേക്ക് കയറി വർക്ക് ചെയ്തിരുന്നു, ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ടോട്ടലി 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആസ് എൻ ഇൻവെസ്റ്റർ, അതേപോലെ തന്നെ എംപ്ലോയി എന്നുള്ള രീതിയിൽ. NISM സർട്ടിഫിക്കേഷൻ ഉണ്ട്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ആംഫി സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതാണ് എന്നെ കുറിച്ച്. എന്റെ വീട് തളിക്കുളത്താണ്. ഇതിന്റെ ഓഫീസ് വരുന്നത് തളിക്കുളം സെന്ററിൽ തന്നെ TKK ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് വരുന്നത്. ഓക്കെ. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? ഞാൻ ഇപ്പൊ ഇവിടെ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ബേസിക്കലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പലർക്കും അറിവുണ്ട്, ചിലർക്ക് അറിയാം, ചിലർക്ക് ചെറിയൊരു ധാരണയുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരുടെ അടുത്തൊന്നും റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ മനസ്സിലാക്കിയ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു എന്താണ് മാർക്കറ്റ്, അത് ആദ്യം തുടങ്ങാം. നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് നമുക്കറിയുമ്പോൾ എന്താണ് നമ്മൾ ഈ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഒരാൾക്കൊന്ന് പറയാമോ ഒരു ഉത്തരം? മാർക്കറ്റ് ആർക്ക് വേണമെങ്കിലും പറയാം. ജസ്റ്റ് മാർക്കറ്റ്, നമ്മൾ സാധാ മാർക്കറ്റ് പറയാറില്ലേ? നമ്മളൊരു സ്ഥലത്ത് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാൻ, മാർക്കറ്റിൽ പോയിട്ട് വിൽക്കാന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ എന്താണ് ഈ മാർക്കറ്റ്? ഏഹ് ആർക്ക് പറയാം? ഡിസോ, ലൂയിസ്, കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ ഡിസോ, ഡിസോ, ലൂയിസ്, ജോസഫ് സാർ കേൾക്കുന്നുണ്ടോ? ഹലോ നിഷിത KR കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ സർ കേൾക്കാം. കേൾക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളുടെ നിന്ന് റെസ്പോണ്ട് കിട്ടാത്ത കാരണം എനിക്ക് എന്താണ്, അപ്പോൾ ഞാൻ ചോദിച്ചതേ മാർക്കറ്റ് എന്താണെന്ന് നിങ്ങളുടെ ഒരു ഒരു ഐഡിയയില് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്കപ്പോ ഒരു ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് വരാലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇന്ററാക്റ്റീവ് സെക്ഷനിലേക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർക്കറ്റ് എന്ന് പറയുമ്പോ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും മാർക്കറ്റിലാണ് അല്ലെ? നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന സാധനം വിൽക്കാൻ മാർക്കറ്റിൽ പോയിക്കോ, ഇന്ന സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോയിക്കോ അല്ലെ? അപ്പൊ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം അല്ലെ? അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ആ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡിങ് തന്നെ നമുക്ക് വന്നു എന്താണ്, എന്തോ വാങ്ങുന്നതും വിൽക്കുന്നതും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് എന്താണ്, ഷെയർ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ? അവിടെ വാങ്ങലും വിൽക്കലാണ് നടക്കുന്നത്. നമുക്ക് മാർക്കറ്റിന്റെ മീനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായി അല്ലെ? മാർക്കറ്റിൽ നമ്മൾ എന്തായാലും വാങ്ങലും വിൽക്കലാണ്. അപ്പൊ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്ന ഒരു വിപണിയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് നമുക്കൊരു കമ്പനിക്ക് ഓഹരി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു വിപണി. ഓക്കെ. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇത് US സ്റ്റോക്ക് മാർക്കറ്റ് ആണ് കാണുന്നത്. അപ്പോ എന്തിനാണ് കമ്പനിയുടെ ഓഹരി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? എന്താണ് കമ്പനിയുടെ ലക്ഷ്യം? കമ്പനിക്ക് എന്താണ് അതിന്റെ ഗുണം? അപ്പൊ ഒരു കമ്പനി, ഏതൊരു കമ്പനി ആയാലും അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ അവർക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരും. അവരെ ബിസിനസ് ഡെവലപ്പിങ്ങിന്റെ ഭാഗമായിട്ടും അവരെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടും അവർക്ക് എന്ത് വേണം? പണം വേണം. അപ്പൊ ആ പണം സമാഹരിക്കലിന്റെ ഭാഗമായിട്ട് ഒരു ഓഹരി എന്ന രൂപത്തിൽ അവര് പ്രൈമറി മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടാ? പ്രാഥമിക മാർക്കറ്റില് ഒരു IPO പോലെ ഇഷ്യൂ ചെയ്ത്
ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് പണം സമാഹരിച്ച് കമ്പനിയുടെ ഡെവലപ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓഹരി വിപണിയിലേക്ക് കമ്പനികൾ വരുന്നത്. ഓക്കെ. ആ അപ്പൊ എന്താണ് ഉദ്ദേശം? ആ കമ്പനിയുടെ പണം സമാഹരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വിഭാഗം ജനങ്ങൾക്ക് അത് വിൽക്കുകയാണ്. ശരിക്കും ആരാ വിൽക്കുന്നത്? കമ്പനിയുടെ ഓണർ അയാളുടെ ഓഹരികളെ ആർക്ക് വിൽക്കുന്നു? പൊതുജനങ്ങൾക്ക് വിൽക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ നടക്കുന്ന വാങ്ങാനും വിൽക്കാനും വരുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി. ആ ഓക്കെ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായി? ക്ലിയർ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായില്ലേ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. നമ്മളത് ഇല്ല ടൈപ്പ് അതില്ല. ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാവില്ല. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ ചോദിച്ചു പോകുമ്പോ നമുക്ക് ഇതിനെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടും. ഈ ക്ലാസിന്റെ സംശയമുള്ളവർക്കാണ് ഏറ്റവും. റെക്കോർഡിംഗ് കിട്ടുമോ? പറഞ്ഞോളൂ. ഈ ക്ലാസിന്റെ റെക്കോർഡിംഗ് കിട്ടുമോ? അത് തരാം, അതൊക്കെ തരാം. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞത് മനസ്സിലായി. മറ്റേ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതായത് അതെ കമ്പനി അതെ, അല്ല അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല. ഇല്ല ഓക്കെ, ഇല്ല. റൈറ്റ്. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്? നമുക്ക് അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വിപണിയാണ്. അവിടെ സ്റ്റോക്കുകളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ്? ഓക്കെ. നമുക്ക് ഒരുപാട് പേർക്ക് അറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പേര് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തിന് മുമ്പായിട്ടുള്ള കാലഘട്ടത്തിൽ 3% ജനങ്ങൾ മാത്രമേ, ഇന്ത്യയിൽ ഏകദേശം 130 കോടി ജനങ്ങളുണ്ട്, 3% ജനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് 13% ജനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ഏകദേശം 87% ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. ദെൻ വൈ സ്റ്റോക്ക് മാർക്കറ്റ്? എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്? നമുക്കറിയാം ബാങ്കിൽ നമ്മൾ FD ഇടാറുണ്ട്. പലിശ 5% മുതൽ 7% വരെ. RD ഇടാറുണ്ട്, 6% മുതൽ 8% വരെ RD. നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഇയർലി കിട്ടുന്നത് നമുക്ക് എന്താണ്? നമുക്ക് ഒരു സ്ഥലത്തേക്കും തികയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്, അല്ലെ? നമുക്ക് ഒന്നിലേക്കും തികയുന്നില്ല ആ പലിശ നമുക്ക്. കാരണം ഒരു വർഷം മുമ്പുള്ള സാധനങ്ങളുടെ വിലയല്ല അടുത്ത വർഷം കഴിഞ്ഞ് വരുന്നത്. അപ്പോ ഈ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മള് ഇന്ന് വാങ്ങിയ സാധനത്തിന് അടുത്ത വർഷത്തിലേക്ക് വില വർധന വരുന്നതിനെ പറയുന്നതാണ് നാണയപ്പെരുപ്പ് അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയും. അപ്പോ ഏകദേശം അത് 8% പറയുന്നത്. സാമഗ്രികളുടെ വില വർധന വരുന്നത് 8% ഇന്ത്യയിൽ വരുന്നത് പറയുന്നത് ഏകദേശം ഓരോ വർഷം കൂടുന്തോറും. അപ്പൊ നമ്മുടെ FDയിൽ ഇട്ട് കഴിഞ്ഞാൽ 5% 6% കിട്ടിക്കഴിഞ്ഞാൽ മതിയാവും? നമുക്ക് എന്തെങ്കിലും സേവിങ്സിലേക്ക് ആവും? ഒന്നും ആവില്ല. അപ്പൊ അതുകൊണ്ട് ജനം ആഗ്രഹിക്കുന്നതാണ്, നമ്മുടെ പണം വളർത്താനായിട്ടുള്ള ഏറ്റവും ശക്തമായ മാർഗം എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത വന്നതോട് കൂടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആദ്യത്തെ പ്രസക്തി വരുന്നത്. രണ്ട്, കമ്പനിയുടെ വളർച്ചയിൽ നമുക്കും പങ്കാളികളാവാം. ഒരു കമ്പനി ഓഹരിയായി ജനങ്ങൾക്ക് വിൽക്കുമ്പോൾ ആ കമ്പനിയിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് നടക്കും. കമ്പനിയിൽ പുതിയ പുതിയ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. കമ്പനിയിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വരും. ആ ഉൽപ്പന്നങ്ങൾ ലോകമൊപ്പാടെ സ്പ്രെഡ് ചെയ്യും. ഇതൊക്കെ വരുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ നമുക്കും എന്താവാം? ഒരു പങ്കാളിയാകാൻ പറ്റും. പിന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ദീർഘകാലത്തെ സമ്പത്ത് നിർമ്മാണം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അതായത് നമുക്കറിയാം ഓരോ വർഷത്തിലും ഈ സ്റ്റോക്കിൽ വരുന്ന, അതായത് ഓരോ വിലയിൽ വരുന്ന വ്യതിയാനങ്ങൾ, നമുക്ക് ഇന്നത്തെ വലിയ വലിയ നാളത്തെ വില അങ്ങനെ കൂടി കുറഞ്ഞിരിക്കും. നമ്മൾ ഗോൾഡ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇതിലും ഒരു കയറ്റിറക്കങ്ങൾ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു ഇൻവെസ്റ്റർ ആവുമ്പോൾ എന്താ സംഭവം? നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് വരും. കാരണം നമ്മൾ കുറഞ്ഞ വിലയിൽ നമ്മൾ കൂടുതൽ യൂണിറ്റ് കരസ്ഥമാക്കുന്ന കാരണം നമുക്ക് എന്തായി? നമ്മുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതിനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഇത് പലർക്കും സംശയമുള്ള കാര്യം, പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പണപ്പെരുപ്പത്തെ മറികടക്കാൻ സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വിലകൾ ഓരോ വർഷവും കൂടും. ബാങ്ക് പലിശ കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല.
പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് സാധാരണ ഇൻഫ്ലേഷനിൽ നിന്ന് കൂടുതലായിരിക്കും. സാധാരണ നമുക്ക് 12-15% റേഞ്ചിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പവർ റിട്ടേൺ ഓഫ് ആണ്. കോമ്പൗണ്ടിങ് ആ പവർ ഓഫ് പറഞ്ഞോളൂ. കോമ്പൗണ്ടിങ് ഒന്നും കൂടെ പറയൂ. ഏതാ പവർ ഓഫ് പവർ കോമ്പൗണ്ടിങ് ഓഫ് അല്ലെ? കോമ്പൗണ്ടിങ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോ നമ്മള് ഇന്നിപ്പോ ഞാൻ നമുക്കിതിനെ ഷെയറിനെ മാറ്റി നിർത്തിയിട്ട് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം നോക്കാം. ഓക്കെ, ഗോൾഡ്, സ്വർണം നമ്മളെല്ലാവരും വാങ്ങാറുള്ളതാണ് അല്ലെ? ഒരു വർഷം മുമ്പ് ഗോൾഡിന്റെ റേറ്റ് എത്രയായിരുന്നു? 8,000 ആയിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷം 7,000 ആയിരുന്നു. ഒരു 5 വർഷം മുമ്പ് 2,000 രൂപയുടെ സാധനമായിരുന്നു. അപ്പൊ എല്ലാ മാസത്തിലും നമ്മൾ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കാന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള ഗോൾഡിന്റെ അക്യുമുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഗോൾഡ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ വില കൂടുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഒരു ബൾക്ക് എമൗണ്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. ബൾക്ക് സ്വർണം വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വിൽക്കുമ്പോൾ മുമ്പത്തെ വാങ്ങിച്ച 2,000 രൂപയുടെ സാധനമൊക്കെ നമ്മൾ എന്താ വിൽക്കുന്നത്? 10,000 രൂപയ്ക്ക് 12,000 രൂപയ്ക്ക് വിൽക്കുന്നത് എന്നർത്ഥം. അപ്പൊ ആ ഒരു കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന കൂട്ടുപലിശ എന്ന് പറയാം. പവർ ഓഫ് കോമ്പൗണ്ടിങ്, കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മൾ ചേർക്കും തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ഒന്ന് ഉദാഹരണം അതായത് ഗോൾഡ് ഇപ്പം വാങ്ങുന്നു, അത് പിന്നീട് അതിപ്പോ അതിന് സ്റ്റോക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം എന്ത് സാധനം നമ്മൾ വാങ്ങി വിൽക്കുന്ന മെറ്റൽ ടൈപ്പുകളാണെങ്കിൽ എന്തോ നമ്മൾ വാങ്ങി പിന്നീട് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അത് അതിന്റെ വില ആ സമയത്തെ വിലയാണല്ലോ എന്തായാലും വരിക. അതെ അതെ. അതായത് ഞാൻ ഇതിൽ പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സ്റ്റോക്കിന്റെ വില താഴ്ചയിലും ഇൻവോൾവ് ചെയ്യുമ്പോൾ വരുന്ന കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഒരു സ്റ്റോക്ക് താഴുമ്പോ, അതായത് ഇപ്പൊ ഇത് നോക്കുക, ഇവിടെ നോക്കിയേ, ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ഒരു റേഞ്ചിലാവും ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. ഓക്കെ, വീണ്ടും വാങ്ങിക്കുന്നു, വീണ്ടും വാങ്ങിച്ചു കൂട്ടുന്നു. അപ്പൊ ഈ പ്രൈസിങ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ കോമ്പൗണ്ടിങ് എഫക്ട് മൂലം 10-15 വർഷങ്ങൾക്കുള്ളിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കാം. അതായത് ഇതിൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ സ്റ്റോക്കിന്റെ കാര്യം തന്നെ പറയാം. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഓക്കെ, ആ സ്റ്റോക്കില് നമ്മൾ റെഗുലർലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ താഴ്ചയും സംഭവിക്കും, ഉയർച്ചയും സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. എപ്പോ വേണമെങ്കിലും താഴാം. ഓക്കെ, അപ്പൊ ഈ താഴ്ചയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു? നിർത്തുന്നില്ല. നമ്മൾ റെഗുലർലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? അത്രയും നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുകയാണ്? സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വരികയാണ്. ഒരു ഉദാഹരണം പറയാം. 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക്, ഒരു കിറ്റെക്സ് എന്ന് പറഞ്ഞ കമ്പനി എന്ന് കൂട്ടിക്കോളൂ. കിറ്റെക്സ് കമ്പനിക്ക് 100 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ 1000 രൂപയുള്ളൂ. 10 സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു. ജനുവരി മാസം 10 സ്റ്റോക്ക് വാങ്ങിച്ചു. അടുത്ത മാസമായപ്പോ ഫെബ്രുവരി ആയപ്പോൾ അത് 50 രൂപയായിട്ട് കുറഞ്ഞു. സ്റ്റോക്കിന്റെ വില 50 രൂപയായിട്ട് കുറഞ്ഞു. നമ്മൾ വാങ്ങൽ നിർത്തിയിട്ടില്ല. നമ്മൾ വീണ്ടും ആ കിറ്റെക്സിൽ എന്ത് ചെയ്യുന്നു? 1000 തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി യൂണിറ്റ്? മറ്റേത് 10 ആണെങ്കിൽ ഇത് 20 ആയിട്ട് കിട്ടി. വീണ്ടും കിറ്റെക്സിന്റെ വാല്യൂ 10 രൂപയായിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കും. 3-ാം മാസം നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എത്ര വന്നു? 100 യൂണിറ്റ് കിട്ടി. അപ്പൊ നമ്മുടെ ഏകദേശം 130ഓളം കിറ്റെക്സ് ഉണ്ട് കയ്യിൽ. പിന്നെ പതുക്കെ അത് കയറാൻ തുടങ്ങി. അടുത്ത മാസം 20 ആയി. അങ്ങനെ ഓരോ മാസം കയറി കഴിയുമ്പോഴും നമ്മൾ സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നല്ലൊരു സ്റ്റോക്ക് ഉണ്ടാവും കയ്യിൽ. നമ്പർ ഓഫ് സ്റ്റോക്സ് കയ്യിലുണ്ടാവും. ഇത് ആ സമയത്ത് ഈ 15 വർഷത്തിന്റെ ടൈമിന്റെ ഉള്ളിൽ ഇത് ഗ്രോ ചെയ്ത് വരുമ്പോൾ വരുന്ന ആ എഫക്റ്റിനെയാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം നമ്മുടെ കയ്യിൽ യൂണിറ്റിന് ആനുപാതികമായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമ്മുടെ കയ്യിൽ എന്തായി? സ്റ്റോക്കിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പം ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്ത് പോവുക ആയിരിക്കുമോ അതിന്റെ ഒരു? അല്ല, അതല്ല. ഞാൻ പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു കണ്ടിന്യൂസ് സ്റ്റോക്ക് മാത്രമല്ല. മ്യൂച്വൽ ഫണ്ട്സുകൾ അതിൽ ഇൻവോൾവഡ് ആണ്. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു സാധ്യതകളാണ് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മളിപ്പോ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുന്നില്ല. ഇതിൽ അങ്ങനെയല്ല എന്നർത്ഥം.
അത് നമ്മൾ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഒരു RD ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. നമ്മൾ അതിൽ ഇങ്ങനെ ഇട്ട് പോകുന്നു എന്ന് മാത്രം. അതിൽ വേറെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ ഇട്ട പൈസ അവിടെ കിടക്കും, അല്ലെ? അതിന്റെ റിട്ടേൺ അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ അതല്ല എന്നർത്ഥം. ഇവിടെ കുറഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് മാത്രമല്ല, അതിൽ മ്യൂച്വൽ ഫണ്ട്സുകൾ പെടും. അപ്പൊ അതിന്റെ സാധ്യത അനന്തമാണ് എന്നർത്ഥം. മനസ്സിലായി? അപ്പൊ ഈ ഒരു പോർഷൻ, ഇപ്പൊ ഒരു പോയിന്റ് പറയുന്നത് ആ കോമ്പൗണ്ടിങ് എഫക്റ്റ് മൂലം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനായിട്ടുള്ള സംവിധാനം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിലുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ ഇത്. അതിന് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മൾ റെഗുലർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് നടക്കുള്ളൂ. അല്ലേ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് നടക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, മ്യൂച്വൽ ഫണ്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മ്യൂച്വൽ ഫണ്ടിലെ SIP എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. അപ്പോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പണം കൂടുതൽ ഉണ്ടാക്കാം എന്നൊരു അവസ്ഥ ഇതിൽ വരുന്നുണ്ട്. അതായത് ഇൻ ജനറൽ പറയുകയാണെങ്കിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വ്യത്യാസമാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഇവിടെ പറയുന്നത്. ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സുകളാണ്. ചില ആൾക്കാര് സ്റ്റോക്കിൽ റെഗുലർലി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു ഓരോ സ്ട്രാറ്റജികളാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, ചില ആൾക്കാർക്ക് ആ സ്റ്റോക്ക് നിർണ്ണയിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും ഇതുപോലെ SIP ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. എന്ത് തന്നെയായാലും ഇതൊക്കെ എന്താണ്, സ്റ്റോക്കുമായി കണക്റ്റഡ് ആയാണ്, മാർക്കറ്റുമായി കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിൽ വരുന്ന കോമ്പൗണ്ടിങ് എഫക്ട് മൂലം സമ്പത്ത് 10-15 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായം സ്റ്റോക്ക് മാർക്കറ്റ് സജീവമായിരിക്കുമ്പോഴാണ്. എന്തായിരിക്കാം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, അല്ലെ? നമ്മൾ ഇത്രയും ക്യാപിറ്റൽ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 13% ജനങ്ങളെ നമ്മൾ ഇപ്പോഴും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെങ്ത് ആണ്. ഒരു 70%ഓളം യൂത്തിൽ നിൽക്കുന്ന നമ്മുടെ ആ ഒരു രാജ്യത്ത് നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത്രയും തൊഴിലവസരങ്ങൾ രാജ്യത്ത് സംഭവിക്കും, കമ്പനികൾ വളരും, രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി ഉയരും, രാജ്യത്തിൽ നിന്നുള്ള ഫോറിൻ മണിയുടെ വരവ് കൂടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് രാജ്യങ്ങളിൽ വർദ്ധിക്കും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ പേഴ്സൺ നമ്മളെ മാത്രമല്ല സഹായിക്കുന്നത്, അതുകൂടെ നമ്മുടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ അത് സഹായകമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും നമുക്ക് ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാം. നമുക്കിപ്പോ ഇന്ന ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോ ലോങ് ടേം വേണമെങ്കിൽ ലോങ് ടേം ചെയ്യാം, ഷോർട്ട് ടേം ട്രേഡിംഗ് വേണമെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിംഗ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് ചെയ്യാം, ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, ETFs. ഇതൊക്കെ വ്യത്യസ്തമായ ഇതാണ്, ഫണ്ടുകളാണ്. ഞാൻ പറഞ്ഞ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ദീർഘകാല ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് 3 മാസം പ്രായമായപ്പോ ഞാൻ ചിന്തിക്കുകയാണ്, പെൺകുട്ടിയാണ്, ഓക്കെ, ആ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ 25 വർഷം എന്റെ കയ്യിലുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, എല്ലാ മാസവും ഇപ്പൊ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് ഒരു 5000 രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. എന്റെ ഉദ്ദേശം എന്താണ്? എന്റെ മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ 25 വർഷം എന്റെ കയ്യിലിട്ട് 5000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, SIP എന്നുള്ള രൂപത്തിൽ എല്ലാ മാസവും ചെയ്തു പോകുന്ന രൂപത്തിൽ. ഇത് ഞാൻ ഓരോ വർഷം ചെല്ലുന്തോറും എന്റെ ശമ്പളം വർദ്ധിക്കില്ലോ. ആ ശമ്പള വർധനവ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ കൂടുതൽ കൂടുതൽ എമൗണ്ട് ഇട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതൊരു ലോങ് ടേം ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഉപാധിയായിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റിനെ കാണാം. ഇനി ഷോർട്ട് ടേം ട്രേഡിംഗ്, ചില ആൾക്കാർ ഇപ്പൊ ജോലിക്ക് പലരും പോവാതെ എന്താണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് റവന്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്ന് വാങ്ങിച്ച് ഇന്ന് തന്നെ വിറ്റ് ഇന്നത്തെ ലാഭം എടുത്തു പോവുക, കാര്യങ്ങൾ ചെയ്യുക. അതായത് രാവിലെ 9:15 കയറും, മാർക്കറ്റിൽ കയറും, 3:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 5000-4000 രൂപ ഇറക്കി കയ്യിലുണ്ടാക്കി പോരുന്നു ആൾക്കാർ. ചിലർ 500 വെച്ച് പോരുന്നവരുണ്ട്, ചിലർ നഷ്ടത്തിലൂടെ വരുന്നവരുണ്ട്. അപ്പോ ഈ ഷോർട്ട് ടേം ട്രേഡ് ചെയ്തിട്ട് അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി പോകുന്ന വിഭാഗം ജനങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിലൊക്കെ ഒന്നും ടെൻഷൻ വേണ്ട, ഷെയർ നോക്കണ്ട, ഒന്നും നോക്കണ്ട, നമ്മുടെ തലവേദനകളൊന്നും ഇല്ലാതെ ഒരു ഫണ്ട് മാനേജർ ഏൽപ്പിച്ച ഫണ്ട് മാനേജർ നിശ്ചയിക്കുന്ന ഫണ്ടിൽ ഇട്ട് പോകുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്.
ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂചിക എന്നാണ് അർത്ഥം. ഇൻഡെക്സുകൾ നമുക്ക് ഇനി വരുന്ന ഇതിൽ ക്ലാസ്സിൽ പറയും ഇൻഡെക്സ് എന്താന്നുള്ളത്. അത് സൂചികയാണ്. അതായത് സെൻസെക്സ്, നിഫ്റ്റി 50 ഇതൊക്കെ സൂചികകളാണ്. ഷെയർ മാർക്കറ്റിന്റെ വില നിലവാരം കാണിക്കുന്ന സൂചികകളെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകൾ ഉണ്ട് നമുക്ക് അവിടെ. ഫിനാൻഷ്യൽ സർവീസസ് സെക്ടർ മാത്രം നോക്കുന്ന ഇൻഡെക്സുകൾ ഉണ്ട്, ബാങ്കിങ് സെക്ടർ മാത്രം നോക്കുന്ന ഇൻഡെക്സുകൾ ഉണ്ട്, നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്, സെൻസെക്സ് ഇൻഡെക്സ് ഉണ്ട്. അങ്ങനെ വേറെ അങ്ങനത്തെ ഇൻഡെക്സിൽ മാത്രം ചെയ്യുന്ന ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പൊ ഒരു ഉദാഹരണം പറയാം, നമുക്ക് ഇന്ന് വാങ്ങിച്ച ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ETFs എന്ന് പറയുന്നത്. അങ്ങനെ സാറേ നമുക്ക് ആ ഈ പറഞ്ഞോളൂ ഇൻഡെക്സ് പറഞ്ഞോളൂ. ഇൻഡെക്സ് പറഞ്ഞല്ലോ, ആ അത് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയത് ഷെയർ എന്ന് പറഞ്ഞ ഒരു കമ്പനി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ മൂലധന സമാഹരണം നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ ആ കമ്പനിയിൽ അത് മൂലധനം സമാഹരിക്കുന്ന കൂടെ അതിൽ സമാഹരിക്കപ്പെടുന്നവരും കൂടെ അതിന്റെ ഭാഗമായിട്ട് മാറുന്നു, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതെ. അപ്പോ ഈ നിഫ്റ്റി 50 അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുമ്പോൾ അതൊരു കമ്പനി എന്നുള്ള ആസ്പെക്റ്റിലാണോ, അതെങ്ങനെയാണ് വരുന്നത്? അതായത് നിഫ്റ്റി 50 എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. കമ്പനി നിഫ്റ്റി 50 എന്ന് പറയുന്നത് 50 കമ്പനികൾ. നമുക്കറിയാം നിഫ്റ്റിയിൽ ഏകദേശം ഒരു 2760ഓളം കമ്പനികളുണ്ട്. അതായത് എൻ എസ് സിയിൽ 2760ഓളം കമ്പനികളുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 2760 കമ്പനികൾ ഒരു മിനിറ്റ്, ആ NSE BSE ആ ഒരു ടെർമിനോളജിയും കൂടെ ഒന്ന് ക്ലിയർ അത് വരുന്നുള്ളൂ. അത് ഇത് കഴിഞ്ഞാൽ അതിലേക്ക് വരും. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ചൂസ് ചെയ്തെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ നേരം നമ്മൾ കിടക്കാൻ പോകുന്ന NSEയിലേക്കും BSEയിലേക്കാണ്. ഓക്കെ. അപ്പോ ഈ ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾക്ക് ആ ഇതിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി വരുന്ന അർത്ഥം. അതിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്ലാരിറ്റിയിലേക്ക് കിട്ടും. ഓക്കെ. ഇനി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞത് സൂചിക ഉള്ള ഒരു ഫണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സൂചിക എന്താണെന്നുള്ളത് ഞാൻ ചെറിയൊരു രീതിയിൽ ഞാനിപ്പോ പറഞ്ഞുതരാം, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ എടുത്തു. ഓക്കെ. നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികൾ എന്ന് വിചാരിക്കും. എളുപ്പത്തിനാണ് ഇതൊക്കെ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുന്നത്. 50 കുട്ടികൾക്ക് ആവറേജ് നമ്മളൊരു ഒരു കുട്ടിക്ക് 40, ഒരു കുട്ടിക്ക് 50, ഒരു കുട്ടിക്ക് 60, ഒരു കുട്ടിക്ക് 40, അങ്ങനെ മാർക്ക് ആവറേജ് ചെയ്ത് പോകുന്നു. ഓക്കെ. ആ റേഞ്ചിലാണ് മാർക്ക് എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടിയുടെ മാർക്കല്ല ക്ലാസിന്റെ ആവറേജ് എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളുടെയും മാർക്ക് കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ചപ്പോൾ ആവറേജ് ഇത്രയെന്ന് നമ്മൾ പറയും. അതെന്താ, നമ്മൾ ആ ക്ലാസിന്റെ പ്രോഗ്രസ് ആണ് അതിന് കാണിക്കുന്നത്. ശരിക്കും ആ അടുത്ത മാസം ഇതേപോലെ ചെയ്യുമ്പോൾ ഈ റേഞ്ച് കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അതേസമയം ആ റേഞ്ച് കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ക്ലാസ് താന്നുകൊണ്ടിരിക്കുകയാണ് അർത്ഥം. അപ്പൊ അതൊരു സൂചികയാണെന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എല്ലാ കുട്ടികളുടെയും മാർക്ക് കൂട്ടി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് മാർക്ക് ഒരു ക്ലാസിന്റെ സ്റ്റാൻഡേർഡ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത മാസം ഈ സ്റ്റാൻഡേർഡ് ഈ മാർക്ക് കൂടി എന്ന് വിചാരിക്കുക, ഒരു 10% വെച്ച് കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ആ മാർക്ക് ഓട്ടോമാറ്റിക്കലി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, ആ ക്ലാസിന്റെ സ്റ്റാൻഡേർഡ് കൂടി എന്നുള്ളതാണ് നമ്മൾ ഇതാക്കുന്നത്. അതേപോലെ ഈ 2600ഓളം കമ്പനികള് സ്റ്റോക്ക് മാർക്കറ്റിന് സൂചികയാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ചില കമ്പനികൾ നിർത്തിപ്പോവാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ കമ്പനിയിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള നല്ല സ്റ്റോക്കുകൾ അവർ സെലക്ട് ചെയ്യും. നല്ല സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 എന്നാ പറയാ. അതിൽ 50 കമ്പനികൾ സെലക്ട് ചെയ്യും. അതിൽ ബാങ്കിങ് സെക്ടർ ഉണ്ടാവും, FMCG സെക്ടർ ഉണ്ടാവും. അങ്ങനെ എല്ലാ കമ്പനികളുടെയും നല്ല നല്ല കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ആവറേജ് ഇട്ടിട്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി കയറി NSE റേറ്റ് വെക്കുന്നത്. അതിനെയാണ് സൂചിക എന്ന് പറയുന്നത്. മനസ്സിലായ? ആ സൂചികകൾ ഓരോ സെക്ടറിലും സൂചികകളുണ്ട്. ബാങ്കിങ് സെക്ടറിൻ്റെതായ സൂചികയുണ്ട്. മറ്റുള്ള ഫിനാൻഷ്യൽ സർവീസസ് സെക്ടറിൽ അതിൻ്റെതായ ഒരു സൂചികയുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് വശം. NSE BSEയുടെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ജോലി മാത്രം നോക്കാതെ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വേറൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇൻകം മാത്രമല്ല, നമ്മുടെ ജോലിയൊന്നും കിട്ടാതെ ഇപ്പൊ ഡിവിഡൻഡ് ആയിട്ടൊരു ഇൻകം നമുക്ക് ഓരോ ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഷെയറിൽ നിന്ന് ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ ഷെയറിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ഗ്രോത്തും. ഇതാണ് ഇതിന്റെ 2 ഇൻകം മെയിൻ ആയിട്ട്.
ചില കമ്പനികൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സെക്ടറിലുള്ള കോൾ ഇന്ത്യ പോലുള്ള കമ്പനികൾ 10-12% ഡിവിഡൻഡ് കൊടുക്കുന്നത്, ഡിവിഡൻഡ് മാത്രം. അപ്പൊ നമ്മൾക്ക് ബാങ്കിന്റെ FD-നേക്കാളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്ന കമ്പനികൾ ഷെയർ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിന്റെ ഗ്രോത്തും കയറുന്ന കമ്പനികൾ. അപ്പോൾ രണ്ട് ഇൻകം നമുക്ക് അഡീഷണലി വേറെ വരുന്നുണ്ട് എന്നുള്ള അർത്ഥം. പിന്നെ ഇത് സുരക്ഷിതവും നിയന്ത്രണവുമാണ്. എങ്ങനെ സുരക്ഷിതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെബിയുടെ അണ്ടറിലാണ്. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നതും സെബിയുടെ ഇടപെടലുകളാണ് ഏറ്റവും വലിയ അതിന്റെ ഒരു കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സെബിയുടെ അണ്ടറിൽ വരുന്ന ഓരോ സ്ഥലത്തും ഫ്രോഡുകൾ കുറവാണ്. നമ്മളിപ്പോ പറയില്ലേ കമ്പനി ഷെയർ മാർക്കറ്റിൽ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ ചെറിയ അൺലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഷെയറുകൾ, BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തപ്പെട്ടുള്ള ഷെയറുകളൊക്കെ വാങ്ങിച്ചിട്ട് ഓരോ മെസ്സേജുകളായിട്ട് കൊടുത്ത് വിടുന്ന കേസുകളുണ്ട്, SMS മറ്റുള്ള കാര്യങ്ങളായിട്ട്. അത്തരം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ ഏറ്റവും ഫ്രോഡ് അനുഭവപ്പെടുന്നത്. പക്ഷെ സെബിയുടെ അണ്ടറിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്തരം സാധ്യതകൾ കുറവാണെന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻസി കൂടുതലാണ്. നമ്മൾ ഏത് ബിസിനസ് എടുക്കുകയാണെങ്കിലും ട്രാൻസ്പെറൻസി എന്ന് പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്, ഇപ്പൊ ഉദാഹരണം പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണെങ്കിൽ പലതും ബില്ലില്ലാതെ വിൽക്കും ചിലവര്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഗവൺമെന്റിന് അറിയാൻ പറ്റും. നമ്മൾ എന്ത് വാങ്ങിച്ചു, എന്തൊക്കെ ടാക്സ് അടച്ചു, ഇത് കറക്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ 100% ജെന്യുവിൻ ആയിട്ടും ലീഗലായിട്ടും പോകുന്ന ഒരേ ഒരു ബിസിനസ് ഇന്ന് ഇന്ത്യയിലുള്ളത് ഇതാണ്, സ്റ്റോക്ക് മാർക്കറ്റാണ്. കാരണം ഒരാൾക്കും നമുക്കത് മറച്ചു വെക്കാനില്ല, ട്രാൻസ്പെറൻസി കൂടുതലായിരിക്കും. പിന്നെ ഇൻവെസ്റ്ററിന് പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്. ഇൻവെസ്റ്ററിന്റെ ഇത് പിന്നെ രീതിയിൽ ഫ്രോഡ് നടക്കാൻ സാധ്യതയെങ്കിൽ അത്തരം സാധനങ്ങളെ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യെസ് ബാങ്ക് ഒരു 4-5 വർഷം മുമ്പ് യെസ് ബാങ്കിന് ഒരു വിഷയം വന്നപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് സെബിയുടെ കൺട്രോളിൽ ഈ സാധനത്തിനെ സ്റ്റോപ്പ് ചെയ്തു. ഈ പറയുന്ന അത് പ്രൊട്ടക്ഷൻ ആണ്. സ്റ്റോക്ക് താഴത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് സംഭവം സെറ്റാക്കി. അപ്പൊ അതുപോലെ ഇൻവെസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ലോസ് സെബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സുരക്ഷിതമാണ്. എന്നുവെച്ചാൽ റിസ്ക് ഇല്ല എന്നല്ല, ഒക്കെ മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് എന്തായാലും നമ്മൾ ഫേസ് ചെയ്താൽ പറ്റും. എന്തിനും ആ റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏത് ഗോൾഡ് വാങ്ങുകയാണെങ്കിലും സ്ഥലം വാങ്ങുകയാണെങ്കിലും എന്ത് ഫിസിക്കൽ അസറ്റ് വാങ്ങുകയാണെങ്കിലും മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാത്തിനും ഉണ്ട്. റിസ്ക് ഇല്ലാത്തത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ബാങ്കിങ് FDകൾക്ക് മാത്രമേ അത് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അത്തരം ഫണ്ടുകൾക്കൊന്നും നമുക്ക് എന്തില്ല, റിസ്ക് കുറവായിരിക്കും. പക്ഷെ ഗ്രോത്ത് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് ബേസ്ഡ് ആണ്, ഗോൾഡ് ഗ്രോത്ത് ബേസ്ഡ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്ത് ബേസ്ഡ് ആണ്. അത്തരം സംഭവങ്ങൾക്കൊക്കെ റിസ്ക് ഉണ്ട്. പക്ഷെ സെബിയുടെ ഒരു പ്രൊട്ടക്ഷൻ വലയം ഇതിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഫ്രോഡ് ചാർജസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു തീർച്ചയായും. സമയത്ത് ഹർഷദ് മേത്തയുടെ കേസ് ഉണ്ടായിരുന്ന പോലെ വലിയ കുംഭകോണങ്ങൾ നടന്നല്ലോ സ്റ്റോക്ക് മാർക്കറ്റ്. അത് എന്തുകൊണ്ട് അത് അപ്പൊ ഫോർസീൻ ചെയ്യാൻ കഴിഞ്ഞില്ല? അല്ല, ഇത് ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ ഡെവലപ്മെന്റ് കയറി കയറി വരികയാണ്. നമ്മളിപ്പോ ഞാൻ 2002 ഇതിന്റെ റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് കുറവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇത് ഓരോ വർഷം ചെല്ലും തോറും സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും സ്ട്രിക്റ്റ്, അതായത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, കൺട്രോളിങ് പവർ ഉണ്ട് ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഇത് ഓരോ വർഷം ചെല്ലും തോറും അതിന്റെ, നമ്മളിപ്പോ 2002 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, പല കാര്യങ്ങളും നടന്നിരുന്ന ഒരു സമയത്ത്. ആ സമയത്ത് ആണ് ഹർഷദ് മേത്ത കേസുകളൊക്കെ വന്ന് ഇതാക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ ആകെ ഒരു ഗാംബ്ലിംഗ് എന്നുള്ള രൂപത്തിൽ ഇതാക്കി വരുന്ന സംഭവങ്ങളൊക്കെ വന്ന് നടക്കുന്നത് ആ സമയത്താണ്. സത്യം വന്നു, അതിനുശേഷം സത്യം സ്റ്റോക്ക് പൊളിഞ്ഞു പോകുന്നു. അപ്പൊ ഓരോ ഇഷ്യൂസും എന്തായി, ഇതിന്റെ കൺട്രോളിംഗ് പവർ കൂട്ടി 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 ഇപ്പൊ ഭയങ്കര റെഗുലേഷനിലാണ് ഇപ്പൊ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അടുത്തത് എന്താണ് വരാൻ പോകുന്നുള്ള പേടിയില്ല. കാരണം നമുക്ക് അത്രയും സ്ട്രിക്റ്റ് ഫോമിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഓഫീസ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഇവിടെ എല്ലാത്തിന്റെയും ലേബൽ സഹിതം ഒട്ടിച്ചു വെച്ച് കസ്റ്റമറിന് വായിക്കാവുന്ന അക്ഷര വലിപ്പത്തിൽ വേണം ഇതിന്റെ ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ കസ്റ്റമർ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ അത് റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ അവര് പറഞ്ഞ സ്റ്റോക്ക് അല്ല. പണ്ട് അങ്ങനെ ഒന്നല്ലായിരുന്നു. പണ്ട് അവിടെ പോയി വാങ്ങുക, പോയി ബുക്ക് ചെയ്യുക, എടുക്കുക, അങ്ങനെ ഒരു ഓരോ വർഷം ചെല്ലുമ്പോൾ അതിന്റെ കൺട്രോളിംഗ് പവർ കൂട്ടുന്ന കാരണമാണ് നമുക്ക് ഇവിടത്തെ ട്രസ്റ്റ് വർത്തി ആവുന്നതെന്ന് അർത്ഥം. ഓരോ വർഷം ചെല്ലും. മറ്റുള്ള FDയിലൊന്നും വേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ അന്ന് എടുക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ല, റെഗുലേഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം ഓരോ വർഷം ചെല്ലുമ്പോഴും.
അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ഒരു ആളുണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. അതാണ് പറഞ്ഞത്. അപ്പൊ അതിനൊരു നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. ക്ലിയർ ആയോ മാഡം? ഓക്കെ, ക്ലിയർ. ഓക്കെ. ഇനി എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും എല്ലാവർക്കും ലഭ്യമായ ഒരു ഓപ്പൺ മാർക്കറ്റാണ്. മറ്റു ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വേണം, റിസ്ക് കൂടുതലാണ്, ടൈം കൂടുതലാണ്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 100 രൂപ മുതൽ തുടങ്ങാം. 100 രൂപ മുതൽ തുടങ്ങാം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ 0 ആണ്, ഒരു പൈസ ചെലവില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 1 രൂപ പോലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട പറ്റില്ല. നമുക്കൊരു ബിസിനസ്സിൽ ഒരു ഓഫീസ് തുടങ്ങണമെങ്കിൽ നമുക്ക് മിനിമം ക്യാപിറ്റൽ ആവശ്യമാണല്ലോ. ഇനി ഇനി 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ താഴെയുള്ള ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള. ഒരുപാട് നമ്പർ ഓഫ് സ്റ്റോക്സുകളും ഉണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കോവിഡിന്റെ ടൈമിൽ 400 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് 60 രൂപയ്ക്ക് എത്തിയപ്പോ അന്ന് ആ ആ അപ്പൊ അങ്ങനെ നമുക്ക് 100 രൂപയിൽ മുതൽ തുടങ്ങാം എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ. റിസ്ക് മാനേജ് ചെയ്യാം. നമുക്കിപ്പോ ആ 100 രൂപ അതിൽ തന്നെ ഇടണമെന്നില്ല. നമുക്ക് പല 10-15 ഷെയറുകളായിട്ട് ഇടാം. നമുക്ക് ആവശ്യം പോലെ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാം. എനിവേർ എനി ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എവിടെ ഇരുന്നിട്ടായാലും ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ വേണമെന്നില്ല. നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആരും തടസ്സം നിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ റിട്ടയർമെന്റ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, ഹോം ബൈയിങ്, വെക്കേഷൻ പ്ലാൻസ് ഏതുമാകട്ടെ, ലോങ് ടേം ഇൻവെസ്റ്റിംഗിന് സ്റ്റോക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. വെൽത്ത് ബിൽഡിങ്ങിനുള്ള ഏറ്റവും നല്ല മാർഗവും സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഓക്കെ, ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ. എന്തിനു നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? പണം വളരാനും ഭാവി സുരക്ഷിതമാക്കാനും സമ്പത്ത് ഉണ്ടാക്കാനും സ്റ്റോക്ക് മാർക്കറ്റിന്റെ പോലെ നല്ലൊരു ടൂള് ഇന്നിപ്പോ അവൈലബിൾ അല്ല. അതാണ് ഏറ്റവും വലിയ സത്യം. മനസ്സിലായോ? മറ്റുള്ളതിനൊന്നും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ലിക്വിഡിറ്റി എന്താണെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവുക. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണമാക്കാനായിട്ടുള്ള സാഹചര്യത്തിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഇന്ന് അസറ്റുകൾ കുറെ ഉണ്ട് അസറ്റ് ക്ലാസ്സുകളിൽ, അല്ലെ? റിയൽ എസ്റ്റേറ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് പണ്ടത്തെ സ്ഥലം എത്ര കൂടി കൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പെർസെന്റേജ് വെച്ച് നോക്കുമ്പോ 2010 വാങ്ങിച്ച ഒരു സ്ഥലം ഇപ്പോഴും ഏകദേശം ഒരു എത്ര ശതമാനം വർധനവ് വന്നിട്ടുള്ളൂ? 10-20% വർധനവേ വന്നിട്ടുള്ളൂ. കാരണം സ്ഥലം വാങ്ങാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് അവസ്ഥ ഇന്ന്. അതായത് അപ്പൊ ലിക്വിഡിറ്റി കുറവാണ് അത്തരം സാധനങ്ങൾക്ക്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പണമാക്കാൻ പറ്റാത്തൊരു സാധനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഗോൾഡിലാണെങ്കിൽ ചെറിയൊരു വർധനവ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർധനവ് വന്നിട്ട് ഈ 10 വർഷത്തിന്റെ സ്റ്റോക്കിന്റെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 ടൈംസ് വർദ്ധിച്ച ഷെയർസ് ഉണ്ട്, തീരെ അനങ്ങാത്ത ഷെയർസ് ഉണ്ട്. അപ്പോ എന്നിരുന്നാലും നമുക്ക് എപ്പോ വേണമെങ്കിൽ അതിനെന്താക്കാം, ക്യാഷ് ആക്കാം. ഈ ഗോൾഡ് ആയാലും സ്റ്റോക്ക് ആയാലും ഒരു ഗുണം എപ്പോ വേണമെങ്കിലും ക്യാഷ് ആക്കാം എന്നുള്ളതാണ്. ലിക്വിഡിറ്റി കൂടുതലുള്ള സെറ്റാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഭാവി സുരക്ഷിതമാക്കാനും സമ്പത്ത് ഉണ്ടാക്കാനും പണം വളരാനും പെട്ടെന്ന് അത്യാവശ്യ സമയത്ത് വിറ്റ് ക്യാഷ് ആക്കാനും പറ്റുന്ന ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ നടത്തും, സ്റ്റോക്കും ഗോൾഡും. ക്ലിയർ ആയോ? അപ്പൊ ഇനി മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാണ്, ആരാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പങ്കാളികൾ? ഇപ്പൊ നമ്മൾ കുറെ പേര് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു ഇത്ര നേരമായിട്ട്, അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഗുണങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി ആരൊക്കെയാണ് ഇതിലെ പങ്കാളികൾ? നമ്മൾ ആദ്യത്തെ പങ്കാളി എന്ന് പറയുന്നത് നിക്ഷേപകൻ തന്നെയാണ്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്ന നിക്ഷേപകനും ട്രേഡർ ആയിട്ടുള്ള നിക്ഷേപകനുണ്ട്. അന്നന്നത്ത് വാങ്ങിച്ച് അന്ന് തന്നെ എടുത്തു പോകുന്ന ട്രേഡേഴ്സും ഉണ്ട്. ഇതൊക്കെ നിക്ഷേപകരിൽ പെടും. നിക്ഷേപകരിൽ ഇൻവെസ്റ്റേഴ്സിൽ പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിക്ഷേപകർ എന്ന് പറയുന്നത്. ട്രേഡേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗം. നമ്മളിപ്പോ ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽക്കുക, ഇന്ന് വാങ്ങിച്ച് നാളെ വിൽക്കുക, എന്ന് വാങ്ങിച്ച, അതായത് ഒരു പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഇല്ല അവർക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അപ്പോഴത്തെ കാര്യങ്ങൾ നടക്കാനും അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ടൈമിലേക്ക് ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ചെറിയൊരു പൈസ ഉണ്ടാക്കി പോവുക എന്നുള്ളതാണ് ഈ ട്രേഡേഴ്സിന്റെ ഇതൊക്കെ. പലരും ട്രേഡറാന്ന് പറഞ്ഞിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ ബുക്ക് ചെയ്യാതെ നേരെ ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്ന ചരിത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നാളത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാവും ഇയാള് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടാവുക. പക്ഷെ അയാൾക്ക് വിൽക്കാൻ പറ്റിയില്ല. ചെറിയ മാർക്കറ്റ് ഇടിയുമ്പോൾ അത് ഇടിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് വിൽക്കാൻ തോന്നുന്നില്ല. ലോസ് ബുക്ക് ചെയ്യാതെ എന്ത് ചെയ്യും അയാള്? അതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഹോൾഡ് ചെയ്ത് അവസാനം വലിയൊരു ലോസ് ആകുമ്പോൾ അത് ഇൻവെസ്റ്റർ ആയിട്ട് മാറും. പിന്നെ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി.
അപ്പൊ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് ആണോ, ട്രേഡർ ആണുള്ള ഒരു മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ നിശ്ചയിക്കണം. നമ്മളിപ്പോ ഒരു സ്റ്റോക്കിലേക്ക് കടക്കുന്നതിനും ഞാൻ ഇൻവെസ്റ്റർ ആണോ ഞാൻ ട്രേഡർ ആണോ, എന്താണ് വ്യത്യാസം? ഇൻവെസ്റ്റർ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്ത പണമാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ട്രേഡർ ആണെങ്കിൽ ഈ ട്രേഡർ എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൽ വരുന്ന ലാഭം ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ലോസ് ബുക്ക് ചെയ്യാനുള്ള ധൈര്യം കൂടി ഉണ്ടായിരിക്കണം. ചെറിയ ലോസ് ആയാലും ബുക്ക് ചെയ്ത് പോവാം, ലോസിലേക്കാണ് കടക്കുന്നതെങ്കിൽ ആ ലോസ് ബുക്ക് ചെയ്യാം എന്നുള്ള സാഹചര്യം നമുക്ക് ട്രേഡർമാർക്ക് ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ, ലാഭം വന്നെങ്കിലും ലാഭം എന്ന് വിചാരിക്കരുത്. നമുക്കൊരു 10-20% ലാഭം കിട്ടിയാൽ ബുക്ക് ചെയ്യുന്നതായിരിക്കണം ട്രേഡർമാര്. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും ഇൻവെസ്റ്റർ എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്നിട്ട് ട്രേഡർ ആവുകയോ ട്രേഡർ എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്നിട്ട് ഇൻവെസ്റ്റർ ആവുകയോ ചെയ്ത് രണ്ടും രണ്ട് ക്യാരക്ടറാണ് അർത്ഥം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അല്ല, സാറ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ആ ഒരാള് ട്രേഡർ എന്ന് വെച്ച് വന്നിട്ട് നിവൃത്തികേട് കൊണ്ട് ഇൻവെസ്റ്റർ ആയി മാറുന്നതാണ് സാർ പറഞ്ഞ അതാണ് എക്സാമ്പിൾ. ഞാൻ അങ്ങനെ പറഞ്ഞത്, എക്സാമ്പിൾ അങ്ങനെയാണ്. അത് അങ്ങനെ ന- വന്നുകൂടായില്ലേ? അല്ല, അങ്ങനെ അത് പറഞ്ഞേ. അതായത് ഇവിടെ എന്താ സംഭവിക്കണം അറിയോ? ഇപ്പോ ഈ ട്രേഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ അയാൾ ചിന്തിക്കുന്ന അയാളുടെ കയ്യിൽ ആകെ 1 ലക്ഷം രൂപയുള്ളൂ. ഓക്കെ, എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 2 ലക്ഷം രൂപയാക്കിയിട്ട് വേണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താനായിട്ട്. അത്രയുള്ള അയാളുടെ ലക്ഷ്യം. അതായത് അല്ലെങ്കിൽ ഇന്നത്തെ ജോലിക്ക് പോവാതെ തന്നെ പകരം ജോലിയിൽ കയറി ഇവിടെ എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ലാഭം എടുത്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അയാൾ വന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അയാളുടെ വാങ്ങിയ സ്റ്റോക്ക് ചെറുതായിട്ടൊന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ അവിടെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്, അയ്യോ ഇത് വിൽക്കേണ്ട, ലോസാണ്. പക്ഷെ ആ ലോസ് വലിയ ലോസ് ആയിട്ട് വരുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ബുദ്ധി. അപ്പൊ 1 രൂപ 10 രൂപ ലോസ് വരുന്ന സമയത്ത് ബുക്ക് ചെയ്യാതിന് പകരം അയാൾ 100 രൂപ ലോസ് വന്നാലും അയാൾ ബുക്ക് ചെയ്യാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥ. അത് ട്രേഡർമാർക്ക് യോജിച്ചതല്ല. അത് ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. കാരണം എന്താ, നമുക്ക് 10 വർഷത്തേക്കാണ്, അപ്പൊ അതുകൊണ്ട് അവിടെ തുടരേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോ നമ്മൾ വരുന്നത് ട്രേഡർ ആണെങ്കിൽ അതേപോലത്തെ സ്റ്റോക്കുകളും അതേപോലത്തെ രീതികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടു എന്ന് വിചാരിക്കുന്നതിൽ, ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽക്കുന്നതാണ്. അപ്പൊ ഈ ഇൻട്രാഡേ എങ്ങനെയാണ് നമുക്ക് പറയുന്നത്? ഒരു പ്രത്യേക ന്യൂസ് വരികയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണബിലാണ് എപ്പോഴും ഇതിന്റെ വില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വില എന്ന് പറയുന്നത്, ഇതിന്റെ ഓരോന്നിന്റെയും വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വളരുന്നത് മാത്രമല്ല, ആ പർട്ടിക്കുലർ സ്റ്റോക്കിനോടുള്ള ഇമോഷൻ, അതിന്റെ വികാരം, നമുക്ക് അയ്യോ അവരെന്ന് ന്യൂസ് വരുന്ന ദിവസമാണ്, ആ ന്യൂസ് വരുന്ന ദിവസമാകുമ്പോ അവിടെ വിൽപ്പനയും വാങ്ങലും ഒരേപോലെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഒരു ഉദാഹരണം, ഒരു കമ്പനിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണെന്ന്. ഓക്കെ, നല്ല റിസൾട്ട് വരുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലത്തെ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. ഈ സ്റ്റോക്ക് എന്തായാലും കയറും, സ്റ്റോക്ക് എന്തായാലും കയറും. പക്ഷെ റിസൾട്ട് വന്നതിന് ശേഷം പ്രതീക്ഷിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആണ് വന്നതെങ്കിൽ ആ സമയത്ത് തന്നെ ഇടിയും ചെയ്യും. അപ്പൊ ഈ കയറ്റിറക്കങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അത് ട്രേഡറിന്റെ സ്റ്റോക്കാ ശരിക്കും. മനസ്സിലായോ? അതൊരിക്കലും ഇൻവെസ്റ്റർ സ്റ്റോക്ക് അല്ല. ഇൻവെസ്റ്റർ സ്റ്റോക്ക് എപ്പോഴും ഹൈ പ്രോസ്പെക്ട് വെച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പുതിയ കമ്പനി വന്നു. ആ കമ്പനി പുതിയ പുതിയ ഇപ്പോഴത്തെ ടെക്നോളജി പ്രകാരം അവര് പുതിയ ഇപ്പൊ ഈവൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ പുതിയ പ്ലാന്റുകൾ സ്ഥാപിച്ചു. അവർ ഇനി അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2050 ഇത്രയധികം പ്രൊജക്ടുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് വളരില്ല. അത് പക്ഷെ ലോങ് ടേം നോക്കുകയാണെങ്കിൽ 10-20 ടൈംസ് കയറാൻ സാധ്യതയുണ്ട്. അത്തരം സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ പെടുത്തേണ്ട സ്റ്റോക്കുകളാണ്. ട്രേഡർമാർ എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങിച്ചിട്ട് ഇന്ന് വിൽക്കുന്നതും അല്ലെങ്കിൽ ഇന്ന് വാങ്ങിച്ച് നാളെ വിൽക്കുന്നതും ന്യൂസിന്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ കോവിഡ് സമയത്ത് കുറെ സ്റ്റോക്കുകൾ താഴെ പോയപ്പോ കോവിഡിന്റെ ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ വിൽക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ പറക്കായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത്? അത്തരം കമ്പനികളുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കയറി. അപ്പൊ അവിടെ നമ്മൾ ആ കമ്പനികളിൽ ട്രേഡർമാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇന്നതൊന്നില്ല എന്നർത്ഥം. ട്രേഡർമാരെ സംബന്ധിച്ചുള്ള ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽക്കാവുന്ന എന്ത് സാഹചര്യങ്ങളും ഇന്ന് വാങ്ങിച്ച് അടുത്ത മാസം വിൽക്കാവുന്ന എന്ത് സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ട്രേഡർമാര്. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം വിഷൻ ഉണ്ടായിരിക്കുക, ആ വിഷനിൽ പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 5-10 വർഷമൊക്കെ ലോങ് ടേം വിഷനിലൂടെ പോകുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത്. ഇതാണ് രണ്ട് ഇതിന്റെ പാർട്ടിസിപ്പൻസ്. മനസ്സിലായോ? ഹലോ? ക്ലിയർ ആയോ?
മനസ്സിലായി. പക്ഷെ അത് തമ്മിലുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യണ സമയത്ത് പറഞ്ഞത് ശരിയാണ്. നമ്മൾ ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിളും ആയിക്കൂടാതില്ല. ആയിക്കൂടാന്നില്ല. അതായത് ഇപ്പൊ ഈവൻ ഇൻവെസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആസ് ആൻ ഇൻവെസ്റ്റർ ഞാൻ പ്ലാൻ ചെയ്തു ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് ഒരു 100% ലാഭം കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പകുതി ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. മനസ്സിലായോ? ഒരു വർഷം കൊണ്ടാണ് ആ 100% ലാഭം കിട്ടിയത്. ഞാൻ ഉദ്ദേശിക്കുന്നത് 500% ലാഭം എന്ന് ഉദ്ദേശിച്ചിട്ട് വിറ്റ സാധനം 100 എത്തിയപ്പോ എനിക്ക് തോന്നി വേണമെങ്കിൽ പകുതി ബുക്ക് ചെയ്യാം. അപ്പോഴും എന്റെ ക്യാപിറ്റൽ ഞാൻ എടുത്തു കഴിഞ്ഞു. 100% ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പകുതി എടുത്തു പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എടുത്തു. ബാക്കിയുള്ള എത്ര വെച്ചാൽ വളർന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേണമെങ്കിൽ ഇടാം. അപ്പൊ അത് ഓരോരുത്തരെ ഇതെപ്പോ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഞാൻ പറയുന്നത് മൈൻഡ് സെറ്റ് മാത്രമാണ് ഇത് പറഞ്ഞ കാര്യം. അതായത് ഇൻവെസ്റ്ററിന് ഇത്ര കാലം നിർബന്ധമായിട്ട് വെക്കണം എന്നല്ല പറയുന്നത്. അവരൊരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം എന്നാ പറയുന്നത്. ഇതിലേക്ക് സമീപിക്കുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാനായിട്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, NSE, BSE. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് ആണ് NSEയും BSEയും. ഇന്ത്യയിലെ പ്രധാന സ്റ്റോക്ക് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. എന്താണ് NSE? NSE ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയതും സജീവമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് NSE. NSE സ്ഥാപിതമായത് വളരെ റീസെന്റ് 1992ലാണ്. 1992ലാണ് അത് വരുന്നത്. ഓക്കെ, ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പാണ് NSE വരുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ BSE മാത്രമായിരുന്നു ഉപയോഗിച്ചത്. പ്രധാന സൂചിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി 50 ആണ് സൂചികയായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രേഡിംഗ് നടക്കുന്നത് NSEയിലാണ് നടക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ NSEയിലുള്ള സ്റ്റോക്കുകളുടെ സെലക്ഷൻ. NSEയും BSEയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരെടുക്കുന്ന സ്റ്റോക്കുകൾ നല്ല കമ്പനികളെ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് NSEയിൽ ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല റെസ്ട്രിക്ഷൻസ് ഭയങ്കര കൂടുതലാണ്. ചെറിയ ചെറിയ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റുകളൊന്നും NSEയിൽ വർക്ക്ഔട്ട് ആവില്ല. മാത്രമല്ല NSEയിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. കമ്പാരിറ്റീവ്ലി BSEയിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് കൂടുതലാണ്. ഏകദേശം 7,80,000 അവിടെയാണ് ഒരു സ്റ്റോക്കിന് വരുന്നുണ്ടെന്നുള്ളതാണ് ഏവറേജ് കണക്കാ പറയുന്നത്. അപ്പൊ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് NSEയിൽ BSEനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ NSEയിലുള്ള സ്റ്റോക്കുകളുടെ എണ്ണം കുറവായിരിക്കും എപ്പോഴും. എല്ലാ സ്റ്റോക്കുകളും NSEയിൽ ഉണ്ടാവണതില്ല. 5,000-ൽ മീതെ സ്റ്റോക്ക് പറഞ്ഞോളൂ. ലിസ്റ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് അത് ആ ചിലവ് വരുന്നത് കമ്പനിക്കല്ലേ? ആ കമ്പനിക്കാണ്, നമുക്കല്ല. ഞാൻ പറയുന്നത് ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു കമ്പനി എന്തിനാണ് ലിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ കല്യാൺ ജ്വല്ലറി അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? അവർക്ക് ഇനി ഇപ്പൊ വരുമാനം പോരാ. അവർ ചിന്തിച്ച് ഈ വരുമാനം പോരാ, രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, കല്യാൺ ജ്വല്ലറിയുടെ ഓണർ വേണമെങ്കിൽ ചിന്തിക്കാം, എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അതിൽ നിന്ന് എടുക്കണം. എന്റെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ഞാൻ കല്യാൺ ജ്വല്ലറി ഇത്ര നാൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്ന എന്റെ ഗുഡ്വില്, എന്റെ വാല്യൂ, എന്റെ സാലറി, എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു തുക ഞാൻ അതിൽ നിന്ന് എടുക്കണം. ആ കല്യാൺ ജ്വല്ലറി ജനങ്ങൾക്കുള്ള ഷെയറുകളാക്കി മാറ്റണം എന്ന് ചിന്തിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു ഭാഗമാണ്. ഇപ്പൊ എന്തിനാ ചിന്തിക്കുന്നത്? കല്യാൺ ജ്വല്ലറിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ പബ്ലിക് ആ ഷെയറുകൾ വാങ്ങുന്നു, പബ്ലിക് എന്ത് ചെയ്യുന്നു? അതിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നു. അങ്ങനെ കല്യാൺ ജ്വല്ലറി നടന്നു പോകുന്നു. കല്യാൺ ജ്വല്ലറിയുടെ ഫണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഫണ്ട് എന്ത് ചെയ്തു? ഇതിന്റെ ആദ്യത്തെ ഓണർ എടുത്ത് മാറ്റിവെക്കും. അതൊന്നാമത്തെ ക്രൈറ്റീരിയ. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യും? കല്യാൺ ജ്വല്ലറിയുടെ ഡെവലപ്മെന്റ് ഇതുപോലെ അവർക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പ്ലാന്റുകളും അതിന്റെ പോലെ തന്നെ ഷോപ്പുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഒക്കെ സ്ഥാപിക്കണം. അതിന് ഫണ്ട് ആവശ്യമാണ്. പബ്ലിക്കിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ പ്രൊമോട്ടർമാർ എത്രയും 50% പ്രൊമോട്ടറും 50% പബ്ലിക് ആവുന്ന രൂപത്തിലാവുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായി? രണ്ടുപേരെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് വരുമ്പോ ഓട്ടോമാറ്റിക്കലി ആ ഭാഗവും അവര് എന്ത് ചെയ്യും? ഡെവലപ്മെന്റിന്റെ പാതയിലാണെന്ന് പറയും. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവും ലിസ്റ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു ചാർജ് കമ്പനിയിൽ നിന്ന് വാങ്ങും. എന്നാൽ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, എല്ലാ കമ്പനികൾക്കും ഈ പറയുന്ന NSEയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവരെ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട് നോക്കും, അവരെങ്ങനെ കമ്പനി വർക്ക് ചെയ്തിരുന്നു, മൊത്തത്തിലുള്ള അനാലിസിസ് നോക്കി അതിൽ റൈറ്റ് ആയിട്ടുള്ള കമ്പനികളെ അവർ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും?
ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവാതെ അപ്പൊ അവർ BSEയിൽ സമീപിക്കാം. BSEയിൽ അപ്പൊ അതുകൊണ്ടാണ് ചില സ്റ്റോക്കുകൾ BSEയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ കാര്യം പറയുന്നത്. മനസ്സിലായോ? ചില സ്റ്റോക്കുകൾ NSEയിൽ അവൈലബിൾ അല്ല എന്ന് പറയും. ഇപ്പൊ ഏകദേശം സ്റ്റോക്കുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ 2760 സ്റ്റോക്കുകൾ NSEയിൽ ഉണ്ട്. BSEയിൽ ഏകദേശം 6000-ലധികം സ്റ്റോക്കുകൾ ഉണ്ട് നഷ്ടം, 6000ന്റെ അടുത്ത്. മനസ്സിലായോ? അപ്പോ ഈ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഇപ്പൊ ആദ്യത്തെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ കമ്പനിയുടെ ഓണർക്ക് കിട്ടുന്നുള്ളൂ. ആദ്യമായിട്ട് NSEയിൽ BSEയിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഫണ്ട് മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ? ഇതിന്റെ ഓണർക്ക് കിട്ടുന്നുള്ളൂ. മനസ്സിലായ? പിന്നെ അത് കഴിഞ്ഞ് ഉയരുന്നതും കുറയുന്നതും ആരാ ഡീൽ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ് തമ്മിലുള്ള ട്രേഡിംഗ് മാത്രമാണ്. മനസ്സിലായോ? ഒരു ഇൻവെസ്റ്റർ വേറെ ഇൻവെസ്റ്റർക്കാണ് വിൽക്കുന്നത്, അല്ലാതെ കമ്പനിയുടെ ഓണറിന് യാതൊരു പങ്കും വരുന്നില്ല എന്നർത്ഥം. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ വരുമാനം എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കിട്ടുന്നത്. ബാക്കി വരുന്ന ട്രേഡ് മുഴുവനും അതിന്റെ ഉള്ളിലുള്ള ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ട്രേഡുകളാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്നതിന് ശേഷം വിൽപ്പന നടക്കുന്നതിന് മാർക്കറ്റിനെ പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്നും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതിന് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. പ്രൈമറി മാർക്കറ്റുള്ള സംഭവത്തിനാണ് IPO എന്ന് പറയുന്നത്. നമ്മൾ കണ്ടില്ലേ, IPO അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്, അത് പ്രൈമറി മാർക്കറ്റ് ആണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ IPO ഇഷ്യൂ ചെയ്തതിനു ശേഷം പർച്ചേസ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. പക്ഷെ അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ IPO ഒരു ട്രേഡറെ സംബന്ധിച്ച് IPOയും വാങ്ങാം ഷെയറും വാങ്ങാം ആണല്ലോ? തീർച്ചയായും. അപ്പം IPO നമ്മൾ വാങ്ങുമ്പോൾ അത് കമ്പനിയിലേക്ക് പോകുന്നു, ഷെയർ പരസ്പരം ആണ് വരുന്നത്. അതെ അതെ. അപ്പൊ IPO എന്ന് പറയുമ്പോൾ കമ്പനി എപ്പോഴും IPO ചെയ്താൽ മാത്രമേ കമ്പനിക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. IPO ചെയ്യാതെ ഒരിക്കലും സെക്കൻഡറി മാർക്കറ്റിലേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ IPO ചെയ്യുന്നത് എന്താണ് ഉദ്ദേശം? അവർക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. ഈ IPO ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയർ നന്നായിട്ട് കയറും, ചിലപ്പോൾ ഷെയർ നന്നായിട്ട് ഡീൽ ചെയ്യും. ഈ IPO മാർക്കറ്റിൽ രണ്ടാമത്തെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാം. അത് ഡിമാൻഡും സപ്ലൈയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് വലിയൊരു സംഭവം വന്നു, വലിയൊരു അപകടം വന്നു, ഒരു യുദ്ധം വന്നു എന്ന് പറഞ്ഞാൽ എത്ര നല്ല സ്റ്റോക്ക് ആയാലും ചിലപ്പോൾ ഇടിഞ്ഞു വരാം. ഓക്കെ. അപ്പൊ സെക്കൻഡറി മാർക്കറ്റിലാണ് ഈ ഇടിവും ഇതൊക്കെ. മറ്റേതിൽ എപ്പോഴും ഒരേ റേറ്റ് ആയിരിക്കും നടത്തും. പ്രൈമറി മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിന്റെ റേറ്റ് മാറ്റങ്ങളൊന്നും വരുന്നില്ല. വൺസ് അത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ് അവിടെ റേറ്റ് ഇടിഞ്ഞതും കൂടിയതും കുറഞ്ഞതും. അപ്പൊ അത് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ യുദ്ധം വന്ന സമയത്താണ് ഇത് സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആൾക്കാർക്ക് പേടിയായി. ആൾക്കാരെന്ത് ചെയ്യും? സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഷെയർ മാർക്കറ്റ് വേണ്ട, അത് എപ്പോഴാണെങ്കിൽ പൊട്ടാമെന്നുള്ള ധാരണ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി അതിന്റെ വില കുറഞ്ഞു വരും. കാരണം ഡിമാൻഡ് ഇല്ല. ഡിമാൻഡ് ഇല്ലാതെ എന്ത് ചെയ്യും? ഇത് പ്രൈസ് കുറയും. അങ്ങനെ പ്രൈസ് ഇടിഞ്ഞിടിഞ്ഞ് ആൾക്കാർ കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ നോക്കും. അങ്ങനെ വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കുറഞ്ഞു വരും. അവിടെ നിന്ന് വീണ്ടും വാങ്ങി ആൾക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും വീണ്ടും കയറും. അങ്ങനെ അത് ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ആ ഡീലിംഗ് നടക്കുന്നത് എന്നർത്ഥം. മനസ്സിലായോ? സെക്കൻഡറി മാർക്കറ്റിൽ ഇപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ തവണ IPO ഇടാറുണ്ടോ? ഉണ്ട്. പല പല ബ്രാൻഡുകളുടെ പേരിൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ടാറ്റ തന്നെ. ടാറ്റ എന്ന് പറയുന്നത് ടാറ്റ ക്യാപിറ്റൽ ഉണ്ട്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് IPOകളാണ്. ഡിഫറെന്റ് സ്റ്റോക്കാണ്. ടാറ്റയ്ക്ക് തന്നെ ഏകദേശം 20-30 സ്റ്റോക്സുകൾ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഒരു കമ്പനിയുടെ ചെറിയൊരു ഡിവിഷന് അവർ പുതിയൊരു ബ്രാൻഡ് പുതിയൊരു കമ്പനിയാക്കി ഫോം ചെയ്യുകയും അവർ അതിന്റെ ലീഗൽ വർക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം NSEനെ സമീപിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് അത് ലിസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതാണ് ഇതാണ് സ്റ്റോക്ക്, ഇത്രയാണ് ക്യാപിറ്റൽ, നമ്മുടെ കയ്യിൽ ഇത്ര ക്യാപിറ്റൽ ആവശ്യമുണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അങ്ങനെ വെച്ചിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്നു ഈ സാധനം സ്റ്റോക്കുകളായിട്ട്. അങ്ങനെ ഇറക്കുമ്പോൾ ആ ഫണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കും. അങ്ങനെ പിന്നെ എല്ലാ കമ്പനിയും ആദ്യം IPO ചെയ്തിട്ട് മാത്രമേ സെക്കൻഡറി മാർക്കറ്റിലേക്ക് തീർച്ചയായും ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതിന്റെ പേര്, ഫുൾ നെയിം വരുന്നത്. ഇനീഷ്യലി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഒരു സംഭവം. അതിനുശേഷം മാത്രമേ കമ്പനിയുടെ എക്സ്ചേഞ്ചിന്റെ ഉള്ളിലുള്ള IPOയിലെ ആ ഷെയർസിനാണല്ലോ ഡിവിഡൻഡ് ഒക്കെ ലഭിക്കുന്നത് അല്ലേ? അല്ല, ആ ഡിവിഡൻഡ് എല്ലാ സ്റ്റോക്കിനും ലഭിക്കണമെന്നില്ല. അത് കമ്പനി ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ IPOയില് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ആ കമ്പനിയുടെ അതാത് വർഷങ്ങളിലെ ലാഭത്തിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ ആ ലാഭം ചിലവൊക്കെ മൈനസ് ചെയ്ത് നെറ്റ് ലാഭം ഉണ്ടെങ്കിൽ മാത്രം അത് ചിലപ്പോൾ ഒരു 1% ആയിരിക്കാം, ചിലപ്പോൾ 0.5% ആയിരിക്കാം. മനസ്സിലായോ? അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ കമ്പനിയാണ്. അപ്പോ
ഈ പറയുന്ന IPOന്റെ സമയത്തല്ല ഡിവിഡൻഡ് കൊടുക്കുന്നത്. IPO നിന്ന് സെക്കൻഡറി മാർക്കറ്റിലേക്ക് എത്തി ആ വർഷം കഴിയുമ്പോഴാണ് ഡിവിഡൻഡ് കൊടുക്കുക അവര്. ആ ഫിനാൻഷ്യൽ ഇയർ അവരെ കംപ്ലീഷൻ ചെയ്യുമ്പോഴാണല്ലോ അവർ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് നിശ്ചയിക്കുന്നത്. ആ സമയത്താണ് അവര് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത് വളരെ പഴക്കം ചെന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. സ്ഥലം മുംബൈ ആണ്. ഇത് രണ്ടും ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ഏഷ്യയിലെ ഏറ്റവും, ഞാൻ പറയുന്നത് ഇന്ത്യയിലത്തെ അല്ല, ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ. സെൻസെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഇവിടുത്തേതാണ്. നമ്മളിപ്പോ സെൻസെക്സ് എന്ന് പറയുന്നില്ലേ, സെൻസെക്സ് കയറി സെൻസെക്സ് കുറഞ്ഞു എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റി സൂചികയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. 5000-ലധികം ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടതും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ഒരു എന്താണ് NSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തമ്മിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്താ, വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും സെബിയുടെ നിയന്ത്രണത്തിലൊക്കെ തന്നെ. രണ്ടിലും ചെറിയ വില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇതില് NSEയിൽ ഇപ്പൊ ഒരു സ്റ്റോക്കിന്റെ വില 760 ആണെങ്കിൽ BSEയിൽ ചിലപ്പോൾ 760.1 ആവാം. ചെറിയ 0.1 ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ പ്രൈസുകൾ തമ്മിൽ. എന്താണ് മേജർ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല രണ്ടിലും ഒരേ കമ്പനികളുടെ ഉണ്ടാവോ സ്റ്റോക്ക്? അതുണ്ടാവും. എന്താണെന്നറിയോ, ഇതില് NSEയിൽ വരുന്ന വില വ്യത്യാസവും BSEയിൽ വരുന്നത് എന്താണ് വില വ്യത്യാസം? വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമല്ല. 0.1 ഒക്കെ 10 പൈസയുടെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഈ രണ്ട് സ്റ്റോക്ക്. ചിലപ്പോൾ രണ്ടും ഒരേപോലെ ആയിരിക്കാം. ഡിപ്പെൻസ് ആണ്. മനസ്സിലായ? ചെറിയ വേരിയേഷൻസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞു BSEയിൽ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് അല്ല NSEയിൽ ലിസ്റ്റ് ചെയ്യുന്നതിന്. രണ്ടിനും രണ്ട് കോസ്റ്റ് ആണ്. പിന്നെ രണ്ട് റെസ്ട്രിക്ഷൻസ് ആണ്. മറ്റേതൊന്നും കൂടി ഈസിയാണ് BSEയിൽ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട്. മാത്രമല്ല BSEനെ അപേക്ഷിച്ച് NSE കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. NSEയിൽ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസും ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ സ്റ്റോക്കിന് എപ്പോഴും ഡിമാൻഡ് കൂടുന്ന എപ്പോഴാ, അത്രയും വോളിയം വരുമ്പോഴാണ്. മനസ്സിലായോ മാഡം? വോളിയം വരില്ലേ? വോളിയം വരിക എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തിങ്ങി നിറയാണ്. മനസ്സിലായോ? സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് NSEയിലാണ്. മറ്റേടത്ത് സ്ലോ ആണെന്ന് അർത്ഥം. കമ്പാരിറ്റീവ്ലി ആളുകൾ വരുന്ന അത്രയ്ക്ക് അങ്ങനെ ഇല്ല. അതാണ് ആ വില വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? 0.1-ന്റെയും 2-ന്റെയും ഒക്കെ വ്യത്യാസം വരുന്നത്. അതില് ആ ഒരു മൂവ്മെന്റിൽ പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് NSEയിൽ കുറച്ചും കൂടുതലായിരിക്കും. അതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ NSEയിൽ. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എപ്പോഴും വാങ്ങുമ്പോൾ പ്രിഫർ ചെയ്യേണ്ടത് കൂടുതൽ NSE ആയിരിക്കണം. നമുക്ക് കയ്യിൽ നിന്ന് വേഗം പോവാൻ പറ്റുന്ന സ്റ്റോക്ക് ആയിരിക്കണം, പോവുന്ന സ്റ്റോക്ക് ആയിരിക്കണം എടുക്കേണ്ടത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പറ്റാത്ത സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ എടുക്കരുത് എന്നർത്ഥം. കയ്യിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ വിൽക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളും കൂടി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ചിന്ത വരേണ്ടത്. നമ്മൾ കയ്യിൽ നിന്ന് എപ്പോഴും ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം NSEയിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും അർത്ഥം BSEനെ അപേക്ഷിച്ചപ്പോൾ. ക്ലിയർ ആയോ പറഞ്ഞത്? വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടിലും എല്ലാ ബ്രോക്കേഴ്സും NSEയിലും BSEയിലും രണ്ട് വിപണികളിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എല്ലാ ബ്രോക്കേഴ്സും എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് NSE BSE കേസ് പറഞ്ഞത്. സാധാരണ NSEയിൽ വോളിയം കൂടുതലാണ്, ലിക്വിഡിറ്റി കൂടുതലാണ്. ഞാൻ നേരത്തെ സംസാരിച്ച കാര്യമാണ്. പിന്നെ വരുന്ന അതർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുന്ന മാർക്കറ്റ് അല്ല. എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് MCX എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും വിചാരിക്കും നിങ്ങൾ. MCX മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച്. ഈ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചിനെയാണ് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, മെറ്റൽസ് ഇതൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് MCX. ക്ലിയർ ആയോ? സാർ ഒന്നുകൂടെ പറയണേ. MCX എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോൾഡും സിൽവറും ക്രൂഡ് ഓയില് മെറ്റൽസ്. നമുക്കറിയാം ഗോൾഡിന്റെയും സിൽവറിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില കൂടുതൽ കുറയും. ഗോൾഡിന്റെയും സിൽവറിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? എപ്പോ വേണമെങ്കിലും കൂടാം കുറയാം. നമ്മൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ വായിക്കാറുള്ളതാണ് ഗോൾഡിന്റെ പ്രൈസ്. ആ ഗോൾഡും സിൽവറും ക്രൂഡ് ഓയിലും മെറ്റലുകളും ഒക്കെ
ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ച് ആണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയും MCX. അത് ഗോൾഡ് നമ്മൾ ബൾക്കായിട്ട് കോൺട്രാക്ട് രൂപത്തിലാണ് വാങ്ങുക, ഒരു മാസത്തിനുള്ളിൽ വിൽക്കുക, അങ്ങനെ കുറെ ട്രേഡിംഗ് നടക്കുന്ന ഒരു വിഭാഗമാണ് MCX. മറ്റേതുമായിട്ട് കണക്റ്റഡ് അല്ല, സ്റ്റോക്കുമായിട്ട് കണക്റ്റഡ് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് കൂടാതെ BSE NSE കൂടാതെ ഈ രണ്ട് എക്സ്ചേഞ്ച് കൂടി ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാനായിട്ട്. NCDEX എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി, ഗോതമ്പ്, അരി, പരിപ്പ് ഉൽപ്പന്നങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എക്സ്ചേഞ്ച് ആണ് NCDEX എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആൾക്കാരല്ല കൂടുതൽ ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യക്കാരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ സാധനം, NCDEX-ഉം MCX ഒക്കെ. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗുജറാത്തികൾ കൂടുതലും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ രണ്ട് സംഭവം. അത് ബൾക്കായിട്ട് അവർ വാങ്ങിച്ചിട്ട് അന്ന് വിൽക്കും അങ്ങനെ. അതായത് ഇതിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടെന്നർത്ഥം. ഈ അതുപോലെ നഷ്ടപ്പെടുന്നവരുണ്ട്. ഹൈ റിസ്ക് ഗെയിമാണ് ഈ രണ്ട് സംഭവം. ക്ലിയർ ആയോ? പക്ഷെ നമ്മൾ പ്രിഫർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ തന്നെ നല്ല നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇത് MCX-ഉം കുഴപ്പമില്ല, അതും നമ്മുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ അതിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. ക്ലിയർ ആയോ മാഡം? ക്ലിയർ ആയോ എല്ലാവർക്കും? എനിക്ക് ക്ലിയർ, പക്ഷെ എനിക്ക് അറിയേണ്ടത് ഇപ്പൊ ഗോൾഡ് എന്റെ ഒരു പ്രഷ്യസ് മെറ്റൽസിന് വേറൊരു മാർക്കറ്റാന്ന് പറഞ്ഞല്ലോ. അതെ. അത് അപ്പൊ പർച്ചേസ് നമ്മൾ ചെയ്യുന്നത് പർച്ചേസ് മറ്റേത് ഓരോ കമ്പനികളായിരുന്നല്ലോ. അതെ അതെ. ഇത് 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 വരുമ്പോ അപ്പൊ എങ്ങനെയാ? ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഗോൾഡിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റ് വാല്യൂലാണ് ഇത് വാങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഗോൾഡ് വാങ്ങുന്നത് ഒരു ഗ്രാമിന്റെ റേറ്റിലല്ല നമ്മൾ സാധാരണ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നത്. ഇവിടെ വാങ്ങുന്നത് ഒരു ഔൺസിന് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിലാണ്. അതും ഒരു കോൺട്രാക്ച്വൽ റേറ്റ് ആയിരിക്കും അവർ പറയുക. കോൺട്രാക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ റേറ്റ് നമ്മളിപ്പോ ഒരു ഗോൾഡ് നമ്മളിപ്പോ ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്കൊക്കെ കടക്കുമ്പോൾ കോൺട്രാക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ ഗോൾഡിന് ഒരു 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 ഔൺസ് അല്ലെങ്കിൽ ഒരു കിലോ ഗോൾഡ് വാങ്ങുന്ന റേറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും റേറ്റ്. അപ്പൊ ഗോൾഡ് റേറ്റ് വരുന്നത്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. നമ്മുടെ കയ്യിലില്ലെങ്കിൽ വിൽക്കാം ഈ സാധനം. മനസ്സിലായോ? ഗോൾഡ് നമ്മുടെ കയ്യിലില്ല, പക്ഷെ വിൽക്കുമ്പോ ഈ റേറ്റ് വിറ്റതിന് ശേഷം വില കുറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ലാഭം ഉണ്ടല്ലോ, വിറ്റ വിലയിൽ നിന്ന് കുറയുമ്പോൾ വാങ്ങുന്ന ലാഭം അത് നമുക്ക് കിട്ടും. മനസ്സിലായോ? അതേപോലെ വാങ്ങുകയും ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയണെങ്കിൽ $1000 ഇപ്പൊ ഞാൻ വാങ്ങിച്ചു ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് ഒരു കോൺട്രാക്ട് വാങ്ങുന്നത്. എന്നിട്ട് ഈ ഒരു മാസം എത്തുമ്പോഴേക്കും 1500 ആയി വിചാരിക്കുക. ഒരു കിലോ ഗോൾഡ് ഉണ്ടാവും. അപ്പൊ 1000 ഗ്രാമിന്റെ റേറ്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില എനിക്ക് കിട്ടും കയ്യിലേക്ക്. അത് ഹൈലി ഫ്ലക്ച്വേഷൻ ഉള്ള മെറ്റലുകളും ഇതൊക്കെയാണ് പറയുന്നത് എന്നർത്ഥം. ഈ പറയുന്ന സിൽവർ ആയാലും ഗോൾഡ് ആയാലും ഇപ്പൊ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് അല്ലേ, ക്രൂഡ് ഓയിലൊക്കെ. അപ്പൊ ഹൈ റിസ്ക് ഹൈ പ്രോഫിറ്റബിൾ ഗെയിമാണ് ഇത് എന്നർത്ഥം. ഹൈ റിസ്ക് ഹൈ റിവാർഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ ലോങ് ടേം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു മാസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളോ ആ കോൺട്രാക്ട് എപ്പോഴാണ് എക്സ്പയർ ആവുന്നത് അതിനുള്ളിൽ നമ്മളത് എന്ത് ചെയ്യണം, ഡീല് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺട്രാക്ടിനെ കുറിച്ച് ഒന്നുകൂടെ പറയൂ. അത് അവിടെയാണ് എനിക്ക് ക്ലാരിറ്റി കോൺട്രാക്ട് എന്ന് പറയുന്നതേ ഒരു നമ്മള് ഇതിനെ ഗോൾഡിന്റെ റേറ്റ് വെച്ചിട്ട് ഒരു ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് നിക്ഷേപകർ തമ്മിലുള്ള ട്രേഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പൊ മാർക്കറ്റില് ഓരോ ഗോൾഡിനും ഒരു കോൺട്രാക്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ 2025 ഡിസംബർ 25 അവസാനിക്കുന്ന ഒരു കോൺട്രാക്ടിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് $1000 ആണെന്ന് വിചാരിക്കാം. പക്ഷെ അതേസമയം ജനുവരിയിലാവുമ്പോ ഈ 1000-ന് പകരം 950 ഉണ്ടാവുള്ളൂ. ജനുവരി 25-നാണ് ആ കോൺട്രാക്ട് അവസാനിക്കുന്ന കോൺട്രാക്ടിന് നമുക്ക് എന്താണ് 950 വരുന്നുള്ളൂ. മാഡം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, വളരെയധികം ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഞാൻ 2 കോൺട്രാക്ട് പറഞ്ഞു, ഒന്ന് ഡിസംബറിലത്തെ ഒരു കോൺട്രാക്റ്റും പറഞ്ഞു, 2 ജനുവരിയിലത്തെ കോൺട്രാക്റ്റും പറഞ്ഞു. അപ്പൊ മാഡത്തിന് വേണമെങ്കിൽ ചോദിക്കാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനുവരിയിലത്തെ കോൺട്രാക്ട് എടുത്താൽ പോരെ? അതല്ല എനിക്ക് ലാഭം, കാരണം എനിക്ക് 2 മാസം സമയം കിട്ടുന്നുണ്ടല്ലോ. ഡിസംബർ വരെ കിട്ടുന്നുണ്ട്, ജനുവരി കിട്ടുന്നുണ്ട്, മാത്രമല്ല റേറ്റും കുറവാണ് അല്ലെ? സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ റേറ്റ് വരുന്ന സാധനം ജാനുവരിയിലത്തെ കോൺട്രാക്ട് വാങ്ങാൻ അപ്പുറത്ത് നമുക്ക് വിൽക്കണമല്ലോ. വിൽക്കുമ്പോഴല്ലേ ഈ ലാഭം ഉണ്ടാവുന്നത്, വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോഴല്ലേ ലാഭം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുന്നത്. ഇത് വാങ്ങാനുള്ള ഡിമാൻഡ് കുറവായിരിക്കും. കാരണം ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ വർക്ക് ചെയ്യാനായിട്ട് എത്രയും ഡേറ്റ് അങ്ങോട്ട് കയറി കയറി പോകുന്നു, ഓരോ മാസത്തെ എക്സ്പയറിയിലേക്ക് പോകുന്നുവോ അത്രയും സാധ്യതകൾ കുറവായിരിക്കും വാങ്ങാനായിട്ടുള്ളതും വിൽക്കാനായിട്ടുള്ളതും. മനസ്സിലായോ? അപ്പൊ ഡിസംബർ 2025 25-ാം തീയതി ഡിസംബർ 2025 അവസാനിക്കുന്ന ഒരു കോൺട്രാക്ടിന്
ആളുകൾ കൂടുതൽ ക്യൂ ആയിരിക്കും. കാരണം എന്താ, ഇതിന്റെ ഫ്ലക്ച്വേഷൻസ് ഭയങ്കരമായിരിക്കും. വാങ്ങാനും വിൽക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ക്യൂ എടുക്കുന്നുണ്ട് ഡിസംബർ കഴിയാനായിട്ട്. അപ്പോ അത് കുറയുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23, 22 ആകുമ്പോഴേക്കും അതിന്റെ ഡിമാൻഡ് അങ്ങോട്ട് കുറയും. കാരണം ഇനി അത് നമുക്ക് കൈ വെച്ചാൽ കൈ പൊള്ളുന്നു ഉറപ്പുള്ളവരുടെ ആൾക്കാർ എന്ത് ചെയ്യും, ആ കോൺട്രാക്ട് തൊടില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു സമയമാകുമ്പോഴേക്കും 22, 23 ആകുമ്പോഴേക്കും അവരെ ഫോക്കസ് അതിലേക്ക് പോകും, ജാനുവരിയിലേക്ക് പോകും. അതേസമയം ഡിസംബറിന്റെ ആദ്യ വാരത്തിൽ നമ്മൾ ജാനുവരിയിലേക്ക് പോകുമ്പോൾ ഈ സാധനം വിൽക്കാനായിട്ടുള്ള ആളുകൾ കുറവായിരിക്കും അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇതൊരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഗോൾഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഒക്കെ കോൺട്രാക്റ്റുകളാണ്. അപ്പൊ അത് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, അതിന്റെ റേറ്റുമ്പോഴാണ് വ്യത്യാസം വെച്ചിട്ട് കണക്ട് ആവുന്നത്. അപ്പൊ ഇന്ന് വാങ്ങിച്ച റേറ്റ് ആവില്ല നാളെ, നാളെ വരുമ്പോ എന്തായി, നാളെ വ്യത്യസ്ത റേറ്റിലേക്ക് ആവും വരിക. ഈ കോൺട്രാക്ട് ആരുമായിട്ട് ചെയ്യുന്നതാണ്? ഒരു ട്രേഡർ വേറെ ട്രേഡറുമായിട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ഇടയിലുള്ള എക്സ്ചേഞ്ചുകൾ ഇതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് വാങ്ങുന്ന ഒരു ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ മാഡം ഒരു ട്രേഡർ ആണെങ്കിൽ ഞാൻ വേറെ ട്രേഡർ, എന്റെ ആവശ്യം എനിക്ക് വാങ്ങാനാണ് എനിക്ക് ആവശ്യം. അപ്പൊ മാഡം വിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഞാൻ വാങ്ങുന്ന ഒരാളാണ്. മനസ്സിലായി? ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഫിസിക്കൽ ഗോൾഡും ഈ ഗോൾഡും റേറ്റ് സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് എക്സ്പയറി ചെയ്യുന്ന മാസത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഫിസിക്കൽ ഗോൾഡിന്റെ റേറ്റ് ഇപ്പോഴത്തെ കറന്റ് മന്തിലത്തെ റേറ്റ് സെയിം ആയിരിക്കും. പക്ഷെ നെക്സ്റ്റ് മന്തിലത്തെ എക്സ്പയറി ഡേറ്റ് വെക്കുമ്പോൾ അത് ഫിസിക്കൽ ഗോൾഡിന്റെ റേറ്റ് കുറവായിരിക്കും, ഇപ്പോഴുള്ളതിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായോ? ഫിസിക്കൽ ഗോൾഡിന്റെ കുറയാൻ കൂടാം. ആ ഫിസിക്കൽ ഗോൾഡിന്റെ റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടല്ലോ, അത് ഇതിനൊക്കെ ബാധിക്കും. ഫ്ലക്ച്വേഷൻസ് വരുന്ന സാധനം ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ഇതിനൊക്കെ ബാധിക്കും. ഇത് അല്ല, നമ്മള് എന്റെ ചോദ്യം അപ്പോ കുറച്ചും കൂടെ ഞാൻ നാരോ ഡൗൺ ചെയ്യാണ്. അതായത് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങണമെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങണം. അതേസമയം ഇതാണെങ്കിൽ മേടിക്കണമെങ്കിൽ ഒരു പവന്റെ അത്ര വലിയ പൈസ എമൗണ്ട് വേണ്ട, കോൺട്രാക്ട് അല്ലേ നമുക്ക്. വാങ്ങണം. ഇപ്പൊ ഇതെന്ന് ഫിസിക്കൽ പറഞ്ഞാല് 10 ലക്ഷം രൂപ വരുന്ന കേസിലാണെങ്കിൽ ഇവിടെ ഒരു 2 ലക്ഷം കൊണ്ട് നമുക്ക് ഈ കോൺട്രാക്ട് വാങ്ങാം. അപ്പൊ ഇത് ആർക്കാണ് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനോ നമ്മളെ പോലുള്ള തുടക്കക്കാരിലെ ട്രേഡേഴ്സിനോ അല്ല. ഇതിൽ പയറ്റി തെളിഞ്ഞ കുറെ ട്രേഡർമാരുണ്ട്. ഇത് വാങ്ങിച്ച് അതിന്റെ സാധ്യതകൾ വായിച്ചറിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ കോടികൾ നഷ്ടം വരുത്തുന്ന ആൾക്കാരുണ്ട്. അവരിത് സംബന്ധിച്ച് ഞാൻ കോൺട്രാക്ട് വാങ്ങണു, നെക്സ്റ്റ് ഡേ ആ അപ്പുറത്ത് വേറെ സാധനം ഉന്നം വെച്ചിട്ടായിരിക്കും ഇത് വാങ്ങിച്ചിട്ടുണ്ടാവുക. നേരെ ഇത് കൊടുത്തിട്ട് നേരെ സിൽവറിലേക്ക് എടുക്കും. ചിലപ്പോൾ ചെറിയ ലോസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ പോകും അങ്ങനെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ഗോൾഡ് സിൽവർ അതിന്റെ എങ്ങനെ ഡിമാൻഡ് ഇതൊക്കെ വായിച്ചറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഹൈ റിസ്ക് ആണത്. മനസ്സിലായോ? ഹൈ റിസ്ക്, ഹൈ റിവാർഡും ഹൈ ലോസ് വരാനുള്ള സാധ്യതയുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ആളുകൾ ഇതിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഫിസിക്കൽ ഗോൾഡിനോട് ഈക്വലന്റ് ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ ETF ഉണ്ട്. അതാണ് എപ്പോഴും നമുക്ക് നല്ലത്. കാരണം ഇപ്പൊ പെട്ടെന്ന് വിൽക്കണം എന്നൊന്നും പറയുന്നില്ല ഇതില്. നമുക്ക് എപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ വിറ്റാൽ മതി. ഇത് ഇന്ന സമയത്തിനുള്ളിൽ വിറ്റിരിക്കണം, അത് ലാഭമായാലും നഷ്ടമായാലും. അപ്പൊ അത് നമുക്ക് റിസ്ക് അല്ലേ. ഇപ്പൊ ഇന്ന് വാങ്ങിച്ചിട്ട് ഈ മാസത്തിനുള്ളിൽ 25-ാം തീയതിക്കുള്ളിൽ ലാഭമായാലും നഷ്ടമായാലും വിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഇതിൽ നമ്മൾ പോയില്ലേ, കൺട്രോളായി പോയില്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ കൺട്രോൾ ഇരിക്കുന്നത്. അപ്പൊ വല്ലാതെ ലോസിലേക്ക് പോവുകയാണെങ്കിൽ ലാഭമായാലും നഷ്ടമായാലും നമ്മൾ വിൽക്കണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയാം. മനസ്സിലായി. ETF-ഉം ഈ MCX തമ്മിലുള്ള വ്യത്യാസം എന്താ? ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫണ്ടാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫണ്ടും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ്. അതായത് ഒരു ഫണ്ട് എങ്ങനെയാ സ്റ്റോക്കിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് പോലെ തന്നെ ആ ഫണ്ടായിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോ ഒരു പേര് ഉദാഹരണം പറയുകയാണെങ്കിൽ നിപ്പോൺ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് എന്ന് പറയും. ബ്ലൂ ചിപ്പ് കമ്പനികൾ ഏതൊക്കെയാ? റിലയൻസ് ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്, ടാറ്റ മോട്ടോഴ്സ് ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. അപ്പൊ ഫണ്ട് മാനേജർ പറയാണ് നമുക്ക് ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ടാറ്റ മോട്ടോഴ്സ് പോലെ, റിലയൻസ് പോലെയുള്ള ഒരു 25ഓളം കമ്പനികൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത്തരം കമ്പനികളിൽ മാത്രമേ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഡിസിഷൻ എടുത്ത് ചെയ്യുന്നതാണ് ഫണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ, അവിടെ പ്രത്യേകിച്ച് നമ്മൾ വേറെ നോക്കുന്നില്ല. നമുക്ക് ലാഭം കിട്ടുന്ന സ്റ്റോക്ക് വാങ്ങണം, നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് വിൽക്കണം. അപ്പോ അതാണ് ഈ പറയുന്ന സ്റ്റോക്കും ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം. ETF എന്ന് പറയുമ്പോൾ ഗോൾഡിന്റെ റേറ്റിനെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫണ്ടാണ് ഗോൾഡ് ETF എന്ന് പറഞ്ഞത്.
പിന്നെ അതേപോലെ തന്നെ ഫണ്ട് ഓഫ് ഫണ്ടും ഉണ്ട്. ഗോൾഡ് ETF-ന്റെ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഈ പറയുന്ന ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ. അത് വല്ലാതെ കൺഫ്യൂഷൻ ആവണ്ട വെച്ചിട്ട് ഞാൻ അതിലേക്ക് വരാത്തത്. ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോൾഡിന്റെ ഇപ്പോഴത്തെ മുഖവിലയിൽ എന്താണോ ആ രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഫണ്ടിനെയാണ്. ഇപ്പൊ നമ്മുടെ കയ്യില് 10,000 രൂപയാണ് എന്താണെന്ന് വെച്ചാൽ 10,000 രൂപയ്ക്കുള്ള ഈക്വലന്റ് ആയിട്ടുള്ള യൂണിറ്റ് നമുക്ക് അതിന് കിട്ടും. 100 രൂപ എത്രയാണ് ഒരു യൂണിറ്റിന്റെ വില വെച്ചിട്ട് ഇപ്പോഴത്തെ ഗോൾഡിന്റെ വിലയായിട്ട് ഈക്വലന്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത്, യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കും 12,000 ആണല്ലോ ഗോൾഡ്, അപ്പൊ എനിക്ക് എങ്ങനെ 10,000 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? അത്രേ കിട്ടുള്ളൂ നമുക്ക് ആ ഗോൾഡിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ. മനസ്സിലായോ? അത് നമുക്ക് നാളെ തന്നെ വിൽക്കണം എന്നില്ല. MCX-ലാണെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ വിൽക്കണം എന്ന്. മനസ്സിലായോ? നമുക്കൊരു 50 വർഷം കഴിഞ്ഞിട്ടാലും ETF കൊണ്ടുപോവാം. മറ്റേത് പറ്റില്ല. ETF മാർക്കറ്റിൽ തന്നെയാണ് വിൽക്കുന്നത്. മനസ്സിലായോ? അതായത് ETF പ്യുവർലി ഒരു ഷെയർ പോലെ തന്നെ ഫണ്ടാണ്. ഫണ്ട് ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഫണ്ട്. അതായത് ഒരു ഫണ്ട് നമ്മളിപ്പോ സാധാരണ പറയില്ലേ, നമ്മളിപ്പോ ചിട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ട് അല്ലേ? അതന്നെ സ്റ്റോക്കും ചിട്ടി നമ്മൾ എന്ത് ചെയ്ത സ്റ്റോക്ക് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റേതൊരു ഫണ്ടാണ് പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒരു ഫണ്ടാണ് ETF. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ ഗോൾഡ് ETF എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ പോലുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് ഇത്രയും റിസ്ക് എടുക്കണ്ട, എനിക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡ് ETF വാങ്ങാം. ഏത് കമ്പനിയുടെയും വാങ്ങിച്ചാലും കുഴപ്പമില്ല. നിപ്പോൺ ഗോൾഡ് ETF ഒക്കെ ഉണ്ട്, നല്ല വാല്യൂ ഉള്ളതാണ്. അത് വാങ്ങിച്ചിടുക. ഇനി നമുക്ക് അതിൽ തന്നെ നമുക്ക് എല്ലാ മാസവും ഒരു 5,000 വെച്ചിട്ട് ഗോൾഡ് വാങ്ങിച്ചിടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ ചെയ്യാം. എപ്പോഴാണ് നമുക്ക് ഗോൾഡ് റേറ്റ് നന്നായിട്ട് കയറുന്ന സമയത്ത് അത് വിൽക്കും ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. അത് എക്സ്ചേഞ്ചിലാണ് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പൊ എക്സ്ചേഞ്ചിൽ വിൽക്കുമ്പോൾ എന്താണ് ആ സമയത്ത് ഡിമാൻഡ് ഇതിനെ ബാധിക്കുന്ന അർത്ഥം. നമ്മൾ ഷെയർ വിൽക്കണ പോലെ തന്നെ ആ സമയത്ത് വാങ്ങലും വിൽക്കലിനും ഒരു ഭാഗം ഉണ്ടാവുന്ന അത്രയും ഉള്ളൂ. അതാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഒരു ജനറലി NSE-ക്കും BSE-ക്കും പുറമെ ഈ 2 എക്സ്ചേഞ്ചുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇവര് ഒരു ഇതിന്റെ പങ്കാളികളാണെന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ പോലെ ബ്രോക്കേഴ്സും ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഇനിയുണ്ട്. ഒരു 7-8 പങ്കാളികൾ ഉണ്ട് ഇതിൽ. 4-മത്തെ നമ്മൾ പറയുന്നത് ബ്രോക്കേഴ്സും ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടിലാൽ ഓസ്വാളിന്റെ സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷെയർഖാൻ ഉണ്ട്, സെറോദ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ഡിമാറ്റ് അക്കൗണ്ട് വേണം, ട്രേഡിംഗ് അക്കൗണ്ട് വേണം. എന്തിനാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതെന്ന് നമുക്ക് പറയാം. എന്തിനാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്? പണ്ട് കാലങ്ങളിൽ ഒരു 90s-ലൊക്കെ ഒരു സ്റ്റോക്ക്, നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഇതിന്റെ ഏജൻസികൾ ഉണ്ടാവും. ഏജൻസിന്റെ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പോൾ പേപ്പർ രൂപത്തിലായിരുന്നു വന്നിരുന്നത്. പേപ്പർ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ഒരു സ്റ്റോക്ക് റിപ്പോർട്ട് പേപ്പർ ആയിട്ടാണ് തരിക. അതിന് ഡോക്യുമെന്റ്, സ്റ്റോക്ക് ഡോക്യുമെന്റ് എന്ന് പറയാം. അപ്പൊ ഇത് സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ എലി കടിച്ചു പോകും, ചിലതൊക്കെ ഈ പറഞ്ഞ ചതിലിൽ നിന്ന് പോകും. അങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ ഈ സാധനത്തിന്റെ ഇത് എന്തായി, പലർക്കും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ കിട്ടാത്ത അവസ്ഥയായി. കാരണം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ BSE സെബിയുടെ ഇതിൽ പ്രകാരം മാറ്റം വരുത്തിയതാണ് ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. ഡിമെറ്റീരിയലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിനെ ഇല്ലാതാക്കുക, ഫിസിക്കൽ മെറ്റീരിയലിനെ ഇല്ലാതാക്കിയിട്ട് ഡിജിറ്റൽ മെറ്റീരിയൽ ആക്കുക. അപ്പൊ എന്തായി, ഈ സാധനം കേടാവുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അവർക്ക് എന്താ ചെയ്യണം? ഇത് ഡിമാറ്റ്, ഇപ്പൊ ഡിമാറ്റിൽ ഈ സാധനം കിടക്കും. നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങിയാലും സ്റ്റോക്ക് സൂക്ഷിക്കുന്ന സ്ഥലം ഡിമാറ്റിലാണ്. ഡിമാറ്റ് അക്കൗണ്ട് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും സൂക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോ സ്വാഭാവികമായും നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ 2 ക്വസ്റ്റ്യൻ വരും. ഈ ട്രേഡിംഗ് ഇൻട്രാഡേ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഡിമാറ്റിലേക്ക് വരുമോ? ഡിമാറ്റിലേക്ക് വരുമോ? സ്വാഭാവികമായിട്ട് ചോദിക്കും ചോദ്യം. അപ്പൊ ഇന്ന് വാങ്ങി ഇന്ന് വിറ്റ സാധനം എന്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുമോ? വരില്ല. അത് ട്രേഡിംഗ് അക്കൗണ്ടിലേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? അത് ട്രേഡിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി നമ്മളൊരു ലോങ് ടേമിന് വാങ്ങുന്ന സ്റ്റോക്കുകൾ ട്രേഡിങ്ങിലെ ടച്ച് ചെയ്തിട്ടാണോ പോകുന്നത്? അതെ, ട്രേഡിങ്ങിൽ ആദ്യം വാങ്ങി വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്ററിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് ലോങ് ടേമിന് വാങ്ങുന്ന സാധനമാണെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ക്ലിയർ.
ക്ലിയർ ആണ്. അപ്പൊ ഈ ഇൻവെസ്റ്ററിന് അപ്പൊ ഈ ഡിമാറ്റിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കുകളെ സൂക്ഷിച്ചു വെക്കാനാണ് ഡിമാറ്റ് അക്കൗണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാനും വിൽക്കാനും ഒരു അക്കൗണ്ട് വേണം. അതിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽക്കണ കേസുകൾ ഒരിക്കലും ഇതിലേക്ക് പോവില്ല, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോവില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ നിൽക്കുള്ളൂ. ഇന്ന് വാങ്ങിച്ച് കുറെ കാലത്തേക്ക് കഴിഞ്ഞിട്ടുള്ളതൊക്കെ സ്റ്റോക്കുകളൊക്കെ എന്തിലേക്ക് പോകും? ഡിമാറ്റിലേക്ക് പോകും. കാരണം സൂക്ഷിച്ചു വെക്കട്ടെ നമുക്ക്. ഇന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ഡിമാറ്റിലേക്ക് മാറും. അപ്പൊ നിങ്ങൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിച്ചു എങ്കിൽ നാളെയാണ് അത് ഡിമാറ്റിലേക്ക് പോവുക എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഉം. ഈ ഡിമാറ്റ് അപ്പൊ അതിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ, ആ അത് ടാക്സബിൾ അല്ലേ? ടാക്സബിൾ ആണ്. അപ്പൊ ഡിമാറ്റ് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് അത് ടാക്സബിൾ അല്ലേ? ടാക്സബിൾ ആണ്. അല്ല, അപ്പൊ ഇത് ഡിമാറ്റ് പോയില്ലെങ്കിലും ആ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടി വരും. ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞ ക്വസ്റ്റ്യനിൽ നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ എനിക്ക് ഇൻട്രാഡേ ചെയ്തപ്പോ ഒരു 1 lakh പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. 1 lakh പ്രോഫിറ്റ് കിട്ടിയെന്ന് ഇൻട്രാഡേ ആവുമ്പോൾ ഇത് എപ്പോഴും കാൽക്കുലേഷൻ ചെയ്ത് മാർക്കറ്റ് അവേഴ്സിന് ശേഷം കുറെ സെറ്റിൽമെന്റ് പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഇതിലൊക്കെ നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിൽ സെറ്റിൽമെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും കൂടിയും ഇതിൽ പങ്കാളികളാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം സെറ്റിൽമെന്റ് ചെയ്യുന്ന ICL എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇവർക്കൊക്കെ സെറ്റിൽ ചെയ്ത് കംപ്ലീറ്റ്, അതായത് ഗവൺമെന്റിന് ഏകദേശം 4-5 ടാക്സോളം അടയ്ക്കാണ്ട്, സെബി ടേൺ ഓവർ ഫീസ് ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്. ഇതൊക്കെ അടച്ചതിന് ശേഷം കംപ്ലീറ്റ് കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഇന്നത്തെ ദിവസം ഇന്ന് വാങ്ങിച്ചാണെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടിയിട്ടാണ് ഇത് ഏകദേശം റിപ്പോർട്ട് ആവുള്ളൂ. നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റും ലോസും നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇവരൊക്കെ ഇതിന്റെ ക്ലിയറൻസും കാര്യങ്ങളും കഴിഞ്ഞ് ബ്രോക്കറേജും കഴിഞ്ഞ് എത്ര നെറ്റ് പ്രോഫിറ്റ് കയറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനു മുമ്പ് തന്നെ നമ്മളിപ്പോ ഇപ്പൊ മേഡം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളേക്ക് കഴിയുമ്പോഴേക്കും എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയണല്ലോ. നമ്മളൊരു ഓർഡർ ഇടുന്നതിന് മുമ്പ് ഏകദേശം വരുന്ന കോസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആ ഓർഡർ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് തരും. ഇപ്പൊ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ 1000 സ്റ്റോക്ക് ഇൻറ്റു കിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റ് കിട്ടും എന്ന് വിചാരിക്കുക. ആ 1000 കിറ്റെക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര കോസ്റ്റ് വരുന്നുണ്ട്, ഇത്ര സെബി ടേൺ ഓവർ ഫീസ് വരുന്നുണ്ട്, ഇത്ര സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വിൻഡോയിൽ ഇത് കാണിക്കും. മനസ്സിലായോ? അപ്പോ എന്തായി? നമുക്കൊരു ഏകദേശ ധാരണ വന്നാൽ അത് ഇത്രയും കോസ്റ്റ് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആണ്. നമ്മൾ ആ വിലയ്ക്ക് തന്നെ വാങ്ങണമെന്നില്ല, ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം വാങ്ങുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഈ ആക്ച്വൽ കോസ്റ്റിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാല് നെക്സ്റ്റ് ഡേ കാൽക്കുലേഷൻസും കാര്യങ്ങളും കഴിഞ്ഞ് ടാക്സ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ എന്ത് ചെയ്യും? ഡിമാറ്റിലേക്ക് കയറുകയും പ്രോഫിറ്റബിലിറ്റി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് മറ്റേ ലെഡ്ജർ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഒരു സ്റ്റോക്കില് നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിലും വാങ്ങാനാണെങ്കിലും ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടും മസ്റ്റ് ആണ്. ഒരു സെക്കൻഡ്, മില്യൺസ് ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ട്രേഡ് ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോ ഇത്രയും വേണമെന്ന് പറഞ്ഞെങ്കിലും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ വെരി ഫ്യൂ സെക്കൻഡ്സിന്റെ ഉള്ളിൽ, അത്രയും നമുക്ക് കടുകുമണി പോലും പറയാൻ പറ്റില്ല, അത്രയും ഫാസ്റ്റിലാണ് ഈ സാധനങ്ങളൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഡിമാറ്റിലേക്ക് മാറുന്നതും ഈ സെറ്റിൽമെന്റ് ഒക്കെ ചെയ്തതൊക്കെ ഫാസ്റ്റ് ആയിട്ടാണ്. പക്ഷെ പ്രോസസ്സ് പറഞ്ഞത് മാത്രം. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, അവർക്ക് ഇന്ന ഫീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ആവറേജ് എത്ര പെർസെന്റേജ് ആയിരിക്കും അത് ടോട്ടൽ? ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നത് നമ്മള് ഒരു 0.3% നമുക്ക് ബ്രോക്കറേജ് വരുന്നുണ്ട്, ബ്രോക്കറേജ് മാത്രം. ബാക്കിയെല്ലാം കൂട്ടിയിട്ട് എല്ലാ 0.2%. സ്റ്റേക്ക് ഹോൾഡേഴ്സിനും സെയിം ആണോ? എല്ലാത്തിനും സെയിം തന്നെയാണ്. അല്ലാതെ ഞാൻ പറയുന്നത് 0.3% എന്ന് പറഞ്ഞ ബ്രോക്കറേജ് മാത്രം. അല്ല, പല ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ മാർക്കറ്റിൽ. അതെ, എല്ലാവർക്കും ഒരേ ബ്രോക്കറേജ് എടുക്കാവുന്നുണ്ട്. അത് പലരും പല രീതിയിലാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സെറോദ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കർ, അവര് സീറോയിലാണ് ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്. പക്ഷേ സെറോദ സീറോയിലായിട്ടും എന്തുകൊണ്ടാണ് മറ്റുള്ള പെയ്ഡ് ബ്രോക്കേഴ്സ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സെറോദ എന്ന് പറയുന്നത് ഒരു ബ്രോക്കർ അല്ല, ഒരു IT കമ്പനിയാണ്. ബേസിക്കലി അവരെ IT ഡെവലപ്മെന്റ് മാത്രമേ നടക്കുന്നു. ഇപ്പൊ നമുക്കൊരു ഇഷ്യൂ വന്നു, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സെറോദയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർവീസ് ചെയ്യാനായിട്ട് കസ്റ്റമർ സർവീസസ് ആകെ ഒരു ബാംഗ്ലൂരിലുള്ള സ്ഥാപനത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ
അപ്പൊ അവരെന്ത് ചെയ്യണം, അതിൽ ഫോക്കസ് അവരെന്താണ്, IT ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അവരെ ഉദ്ദേശം എന്താണ്, അവരെ സോഫ്റ്റ്വെയറിനെ ബെറ്റർ ആക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോ ഇതേ അതേസമയം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലുള്ള പെയ്ഡ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മോട്ടിലാൽ ഓസ്വാള്, ഷെയർഖാൻ, ഇതൊക്കെ പെയ്ഡ് ബ്രോക്കേഴ്സ്, ജിയോജിത്ത്, ഇവരൊക്കെ പെയ്ഡ് ബ്രോക്കേഴ്സ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് അനാലിസിസ് നടത്തി ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതും ഇതൊക്കെ ഇവരെ റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് IT വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ ഇവർ രണ്ടിനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. IT വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റിസർച്ചിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ പെയ്ഡ് ബ്രോക്കേഴ്സിന്റെ എല്ലാവരുടെയും ബ്രോക്കറേജ് സെയിം സെയിം, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. 0.3 പലരും എന്താണെന്നറിയോ, വോളിയം നോക്കിയിട്ട് കുറയ്ക്കും. ഇപ്പൊ നമ്മൾക്ക് ഒരു വോളിയം, നല്ല വോളിയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കുറയും. നല്ല വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എനിക്കൊരു ക്ലയന്റ് വന്നത് ഗുജറാത്തിലത്തെ ഒരു ക്ലയന്റ് ആയിരുന്നു. അയാൾ ഡെയിലി ഒരു 2 CR ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ ബ്രോക്കറേജ്, അയാൾക്കുള്ള ബ്രോക്കറേജ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അതേസമയം വല്ലപ്പോഴും 10,000 രൂപ വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന ബ്രോക്കറേജ് വേറെ ആയിരിക്കും. അപ്പോ ഇത് ഡിപ്പെൻസ് ആണ്. മാക്സിമം അല്ലേ 0.3 എന്ന് പറയുന്നത്? മാക്സിമം 0.3, അതിൽ കുറയ്ക്കേണ്ട കേസ് ഞാൻ പറഞ്ഞത്. പക്ഷെ HDFC പോലെയുള്ള കമ്പനികൾ, HDFC സെക്യൂരിറ്റീസ് ഒക്കെ 0.6, 0.7 വാങ്ങുന്നുണ്ട്. 0.7 വാങ്ങുന്ന കമ്പനികളുണ്ട്, കൂടുതൽ വാങ്ങുന്നവരുണ്ട്, 0.8 വാങ്ങുന്നവരുണ്ട്, 1% വാങ്ങുന്നവരുണ്ട്. എന്നിരുന്നാലും ഈ പറയുന്ന NRIസിനൊക്കെ 1% വാങ്ങിച്ചിട്ട് ഇതാക്കുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ബ്രോക്കറേജിനേക്കാൾ ഉപരി നമ്മൾ കൊടുക്കുന്ന സർവീസും ഈ പറയുന്ന നമ്മളുടെ കമ്മിറ്റ്മെന്റും കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം നടത്തുന്നത്. ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 ലക്ഷത്തില് 20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വെക്കുക, 10 ലക്ഷം ട്രേഡിൽ. അപ്പൊ അയാൾക്ക് ചിലപ്പോൾ ആകെ പോകുന്ന 400 രൂപയായിരിക്കും പോകുന്നുണ്ടാവും. 20,000 പ്രോഫിറ്റ് കിട്ടിയ ഒരാൾക്ക് 400 രൂപ പോകുന്നതാണോ നല്ലത്, 1000 പ്രോഫിറ്റ് കിട്ടിയ ആൾക്ക് ബ്രോക്കറേജ് ഇല്ലാത്തതാണോ നല്ലത്? അത്രയുണ്ട് വ്യത്യാസം. നമ്മളൊരു സ്റ്റോക്ക് പറഞ്ഞ് വാങ്ങുമ്പോ 20,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു, മറ്റാള് നമുക്ക് ആരും റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ല, നമ്മുടെ ഒപ്പം വേറെ ആൾക്കാരൊന്നും ഇല്ല, നമ്മൾ മാത്രം, നമ്മൾ ആ IT സിസ്റ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ വാങ്ങിച്ചിട്ട് 1000 പ്രോഫിറ്റ് എടുത്തുള്ളൂ. എനിക്ക് പ്രോഫിറ്റ് ആവുന്നില്ലാത്തൊരു അവസ്ഥയാണോ നല്ലത്, മറ്റേതാണോ നല്ലത് എന്നുള്ളതാണ് അതിന്റെ ഡിഫറൻസ് ഉള്ളൂ. മനസ്സിലായി? ബ്രോക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് പൂട്ടേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം. സറോദി പൂട്ടും, മറ്റേതും പൂട്ടും. രണ്ടും നിലനിൽക്കുന്നതിന്റെ കാരണം അതാണ്. രണ്ടും നിലനിൽക്കുന്ന പറഞ്ഞാൽ ചില ആൾക്കാര് റിസർച്ചിന് വേണ്ടി പേപ്പർ വായിച്ച് കംപ്ലീറ്റ് അതിന്റെ പിന്നാലെ നടക്കുന്നവർക്ക് സീറോദ മതി. മനസ്സിലായോ? ഫുൾ ടൈം. പക്ഷെ അവിടെയും ഒരു വലിയൊരു വോളിയം വരുമ്പോ, അവന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് വരുമ്പോ അവർക്ക് വിൽക്കാൻ പറ്റാത്ത സ്ഥിതികൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഹ്യൂജ് മാർക്കറ്റ് ക്രാഷ് വരുന്ന സമയത്ത് സെറോദയുടെ സിസ്റ്റംസ് പലപ്പോഴും വർക്ക് ചെയ്യില്ല. കാരണം അത്രയും ഇൻവെസ്റ്റേഴ്സ് വിൽക്കുമ്പോൾ അവരെ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റില്ല. കാരണം അവർ ഫീസ് വാങ്ങാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഫണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ഈ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ കിട്ടാതെ നമുക്ക് ഇതിലേക്ക് അവർക്ക് എങ്ങനെ കണ്ടിന്യൂസ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യണ്ടേ? സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഹാങ് ആവുന്ന ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ നഷ്ടല്ലേ? അപ്പൊ നമ്മള് ഈ പ്ലാറ്റ്ഫോമിന് നമ്മൾ പൈസ കൊടുക്കുന്നത് കൊണ്ടാണ് ആ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ആയി പോവുള്ളൂ. പൈസ കൊടുക്കാത്തൊരു സ്ഥലത്ത് ആ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കുറവായിരിക്കും. അതാണ് അതിന്റെ മേജർ ഡിഫറൻസ്. ക്ലിയർ ആയോ? ഇനി നമ്മള് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഒരുപാട് ഇതിന്റെ പങ്കാളികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പറയണം എന്ന് തോന്നുന്നുണ്ട്? 4 പാർട്ടിസിപ്പൻസിനെ നമ്മൾ പറഞ്ഞു, ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ പറഞ്ഞു. ആർക്കായാലും ചോദിക്കാം കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇനിയും ക്ലാസ്സുകളുണ്ട്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ ആണോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് വല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആകെ ഇത്ര മതി, ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടൂലേ നമുക്ക്? കിട്ടും കിട്ടും കിട്ടും, ഞാൻ തരാം. എന്തെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്ന് പറഞ്ഞോളൂ സുറുമി. മറ്റേ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റേ ETF പറഞ്ഞിരുന്നില്ലേ, സ്റ്റോക്ക് മാർക്കറ്റ്? ഓക്കെ. അത് ഒറ്റ ETF ആയിട്ടാണോ അതോ ഒരുപാടുണ്ടോ ETFs? ഒരുപാടുണ്ട്. ഒരുപാട് കമ്പനികൾ ETF ഇറക്കുന്നുണ്ട്. അതായത് ഇതിപ്പോ നിപ്പോൺ ഗോൾഡ് ETF ഉണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ETF എന്നൊക്കെ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ കമ്പനികൾ നല്ലതായിട്ട് പറയുന്നതല്ല കേട്ടോ. ഞാനിപ്പോ ഈ പറയുന്ന ഓരോ ആ, കമ്പനികൾ നമ്മുടെ മൈൻഡിലേക്ക് അപ്പൊ വരുന്ന കമ്പനികൾ എടുത്തു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ സ്റ്റോക്ക് നല്ലതാണെന്നോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിക്കുന്നില്ല. ഇ ടി എഫിന്റെ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആംഫി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറാണ്. ആംഫി സർട്ടിഫൈഡ് അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിലും ഇ ടി എഫിലും ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കൺസൾട്ടന്റ് ആണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അതിലൂടെ റിസർച്ച് ചെയ്യും. നല്ല, അതായത് പ്രീവിയസ് എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല, നമ്മൾ ഇനി വരാൻ സാധ്യതയുള്ള ഗോൾഡിന്റെ റേറ്റ് ഇപ്പൊ ഇനി പറയുന്നത്, ശരിക്കും പറയുന്നത് 2 ലക്ഷം ക്രോസ് എന്ന് പറയുന്നുണ്ട് ഗോൾഡ് റേറ്റ്. സോ ഇതൊക്കെ നമ്മുടെ അസംഷനും അനാലിസിസിന്റെ ബേസിസിൽ നമ്മൾ പറയും ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അത് നല്ലതായിരിക്കും എന്ന് പറയുന്നത് നമ്മളായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് നല്ല ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫണ്ടുകൾ പറഞ്ഞു തരാം, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ ഉണ്ടെന്ന് പറയാം. ഒരു കമ്പനിക്ക് തന്നെ 4000-ഓളം ഫണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ 48 കമ്പനികൾ ഉണ്ട്. ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ എത്ര ഫണ്ടുകൾ ഉണ്ട് മാർക്കറ്റിൽ. അപ്പൊ ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ആ സെബിയുടെ അണ്ടറിൽ വരുന്ന ആംഫി അസോസിയേഷൻ വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനുള്ള ഒരാളാണ് ഞാൻ. ഇതുപോലെ ഒരു ഇനിയുണ്ട് ആൾക്കാർ ഇതുപോലെ. അതുപോലെ തന്നെ നമ്മളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോ ചോദിച്ചു എങ്ങനെയാണ്, അപ്പൊ നമ്മൾ അതിന് നല്ല ഫണ്ടുകൾ നോക്കും. പക്ഷെ അതൊരിക്കലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സെബിയുടെ റെഗുലേഷൻ പ്രകാരം നമ്മളൊരു ഫണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. യൂട്യൂബ് ചാനലിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇടാൻ പാടില്ല. നിങ്ങൾക്ക് കണ്ട് അറിയാം, അത് ലീഗലി നമ്മുടെ ലൈസൻസ് കട്ടാക്കുന്നതിന് തുല്യമാണെന്ന് അർത്ഥം. കാരണം ഒരു ഫണ്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരി, ഇപ്പൊ പുതിയ റൂൾ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ഫിലിം സ്റ്റാർസ് ഫണ്ടുകൾ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഫണ്ടിന്റെ അഡ്വർടൈസ്മെന്റിന്റെ കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും നിൽക്കാൻ പാടില്ല. ഇപ്പൊ പറയുന്നുണ്ട് IPO ചെയ്യാനായിട്ട് സെലിബ്രിറ്റീസിനെ ഇൻവോൾവ് ചെയ്യാമെന്ന് പറഞ്ഞത് റീസെന്റ് ന്യൂസ്. ഇതിപ്പോ ഇന്ന് വന്ന ന്യൂസ് ആണ്. കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഈ ഇൻഡസ്ട്രി, മനസ്സിലായോ? അപ്പൊ അതിൽ ഏതാണ് നല്ലതെന്ന് പറയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് റിപ്പോർട്ട് സഹായത വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നർത്ഥം. ക്ലിയർ ആയോ സുമി? സുമി, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ? എന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബോറിംഗ് ആവുന്നുണ്ടോ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ എന്റെ വേ ഓഫ് ടീച്ചിങ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ? ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് ബേസിക് ക്ലാസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പോകുന്നു. ചിലർക്ക് അതൊരു ബോറിംഗ് ആയോ എന്നുള്ള ഡൗട്ട് എനിക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് ഇനി ഇത് 7 ദിവസത്തെ ക്ലാസ് ആണ്. നാളെ നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ മൈൻഡിൽ വെക്കുന്നത് റീഫ്രഷ് ചെയ്യുക. പഠന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. മറ്റന്നാൾ ഓരോ ഇടവിട്ടിട്ട്, ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ഓരോ ക്ലാസ്സുകൾ വരുന്നത്. അങ്ങനെ നമ്മുടെ ക്ലാസ് ഏകദേശം 7 ദിവസത്തെ ക്ലാസ് 15 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഇടവേളകൾ വെക്കുന്നത്? ഒന്ന്, നമ്മുടെ മൈൻഡിനെ ഒന്ന് പാകപ്പെടുത്താൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ബോറിംഗ് ആവും. അപ്പൊ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിഫ്രഷ് ചെയ്യും. പറഞ്ഞ കാര്യമായാലും ഒന്നും കൂടി നമുക്ക് കേട്ടതും ഒക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം, ഒക്കെ നല്ലതാണ്. സാറേ അപ്പൊ നാളെ ഇല്ലല്ലോ, ഇനി മറ്റന്നാളാണോ? നാളില്ല, മറ്റന്നാളാണ്. ഞാൻ അതില് ഡേറ്റുകൾ വെച്ചിട്ടുണ്ട് ആ ലിങ്കില്. ഓരോ ഡേറ്റും ഇതേ സമയം തന്നെ. ഇന്നത്തെ അപ്പൊ കഴിഞ്ഞ് പിന്നെ ഹെൽപ്പ് ചെയ്യണം. മറ്റന്നാൾ ക്ലാസ്സിന് മുന്നായിട്ട് ഇന്നത്തെ റെക്കോർഡിംഗ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായും ഞാൻ നാളെ തന്നെ ഇടാൻ നോക്കാം. നാളെ തന്നെ ഇടാൻ നോക്കാം കേട്ടോ. ഓക്കെ. കേട്ടോ, അപ്പൊ ഞാനൊരു ഫോം തരാം. എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും ആ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്യണം. ഒരു മിനിറ്റ്, വന്ന ആൾക്കാരെ അതെങ്ങനെ ചെയ്യണം? ഓൺലൈൻ ആയിട്ടോ അതോ ഇത് പ്രിന്റ് എടുത്ത് ചെയ്യണോ? ജസ്റ്റ് വേണ്ട, ജസ്റ്റ് ഓൺലൈൻ. ഞാനിത് ഇപ്പൊ അയക്കുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ മാഡത്തിന് അത് ധരിച്ചു വന്നിട്ടുണ്ടോ? അപ്പൊ ഇതിപ്പൊ തന്നെ ചെയ്യണോ? പതുക്കെ ചെയ്താൽ മതി മാഡം. അത് ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേ വീട്ടിലിരുന്നിട്ട് സാവധാനം പോലെ ചെയ്താൽ മതി. നമുക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരെ ഒന്ന് അറിയാൻ, നമ്മൾ പരിചയപ്പെടാനായിട്ട് അധികം സമയം കിട്ടിയില്ലല്ലോ. ഓക്കെ, ഞാനത്
മെസ്സേജ് ആയിട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കിയേ. ആ ഫോമില് കണ്ടോ, ദ ഫോംസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വരും, അതൊന്ന് ആൻസർ ചെയ്ത് തരിക കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഡിസോ ലൂയിസ് ഓൾറെഡി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെയാണ്, ബാക്കിയുള്ള ആൾക്കാരാണ്. ഡിസോ ലൂയിസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഡിസോക്ക് മനസ്സിലായോ? കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണ കിട്ടിയോ? അതെ അതെ, ക്ലിയർ ആയോ? ധാരണ കിട്ടി. ഇനിയിപ്പോ സാർ പറഞ്ഞ പോലെ ക്ലാസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ അതും വെച്ചിട്ടൊന്നും കൂടി പിന്നെ തീർച്ചയായും കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ ഈ പറയുന്ന വേർഡുകളായാലും ഓക്കെ ആണല്ലോ അല്ലെ? നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പറയുന്ന സ്പീഡ് എങ്ങനെയുണ്ട്? ആ കാര്യങ്ങളൊക്കെ നോർമൽ അല്ലേ പോകുന്നത്? നല്ല എടുത്ത് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ വെരി ഗുഡ്, ക്ലിയർ ആണ്. റൈറ്റ്, അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് എല്ലാരും. സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള സംവിധാനം നോക്കിക്കോളൂ. സമയമായിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കാണാം. ഓക്കെ, സീ യു.